السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله. اللهم بلغه منا تحية وسلاما. اللهم صل وسلم وبارك عليه وعلى آله وصحابته وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വളരെ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. പരിശുദ്ധമായ മുഹറം മാസം ആഗതമായിരിക്കുന്നു. ശനിയാഴ്ച ഇന്നത്തെ ദിവസം മുഹറം 1 അല്ലേ? ഇനി നമുക്ക് 9, 10 താസുആ, ആഷൂറാ എന്ന വളരെ മഹത്തരമായ 2 ദിവസങ്ങൾ വരാൻ പോകുന്ന ആഴ്ചയിൽ, ഞായറാഴ്ച തിങ്കളാഴ്ച അല്ലേ, ഞായറും തിങ്കളും അല്ലേ, വരുന്ന ഞായറും തിങ്കളും. അപ്പൊ അൽഹംദുലില്ലാഹ് വളരെ ശ്രേഷ്ഠമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു വർഷം കഴിഞ്ഞു, അടുത്തൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. قطعت شهور العام لهوا وغفلة ولم تحترم فيما أتيت المحرمة فلا راجبا وافيت فيه بحقه ولا صمت صوم الشهر ولا صمت شهر الصوم صوما متمما ولا في ليالي 10 ذي الحجة الذي مضى كنت قواما ولا كنت محرما فهل لك أن تمحو الذنوب بعبرة وتبكي عليها حسرة وتندما وتستقبل العام الجديد بتوبة لعلك أن تمحو بها ما تقدما. കഴിഞ്ഞ ഒരു വർഷത്തിലേക്കുള്ള ഒരു റെട്രോസ്പെക്ഷൻ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്. പുതിയൊരു വർഷത്തെ, കഴിഞ്ഞുപോയ പാപങ്ങളിലൊക്കെ തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് ആഗ്രഹിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഈ പരിപാടി നമ്മൾ മുഹറവും അതിന്റെ സന്ദേശവും ഒക്കെയായി തീരുമാനിച്ച് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ അത് സംബന്ധമായ ഹിജ്റ സംബന്ധമായ മുഹറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുകയാണ്. ഇന്നൊരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ബഹുമാനപ്പെട്ട ബാബ ഹാജി അടക്കമുള്ള ഒരുപാട്
നേതാക്കന്മാർ, ബഹുമാനായ ഉസ്താദുമാർ, കുഞ്ഞിപ്പസ്ലിയാർ, ബഹുമാനപ്പെട്ട മറ്റു ഒരുപാട് പണ്ഡിതന്മാർ ഒക്കെ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട KV ഹംസം മുസ്ലിയാർ അവറുകൾ വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് പറഞ്ഞു, അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും മുഹറത്തെ സംബന്ധിച്ചാവണം, അങ്ങനെ മുഹറത്തെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശ പ്രഭാഷണം ആയിക്കോട്ടെ എന്ന് വളരെ നേരത്തെ കൂടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട വല്ലാർ ഉസ്താദ് അവരുകളൊക്കെ ഈ വിഷയം വളരെ താല്പര്യത്തോടു കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഏതായിരുന്നാലും അല്ലാഹു തആല ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത് അല്ലാഹു നമുക്ക് ഖൈറാക്കി നൽകുമാറാകട്ടെ. ഒരു വിഷയത്തിന്റെ തുടക്കവും അതിന്റെ അവസാനവും ഒരുപോലെ പ്രാധാന്യമേറിയതാണ്. ഈ പരിപാടിയുടെ അവസാനത്തിൽ മധുരവും പായസമൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ സാറേ, മാഷാ അല്ലാഹ്. നമ്മുടെ വർഷ അവസാനത്തിലേക്ക് ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ നമുക്ക് മധുരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ജീവിതത്തിൽ മുഴുവനും നമുക്ക് മധുരം, അമലിന്റെ മധുരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ഞാൻ ഊതിവെച്ച ആയത്ത് സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെ ആയത്താണ്. 9-10 ആയത്തുകളാണ്. മുഹറം മാസം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസങ്ങളിൽ യുദ്ധം ഹറാമായ 4 മാസങ്ങളിൽ ഒന്നാണ്. തുടരെ വരുന്ന 3 മാസങ്ങളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. അത് കഴിഞ്ഞാൽ പിന്നെ റജബ് മാസം. ഇങ്ങനെ 4 മാസങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ജാഹിലിയ്യ കാലത്ത് പോലും അറബികൾ ആചരിച്ചു പോന്നിരുന്ന പവിത്രതയേറിയ മാസങ്ങളായിരുന്നു അത്. ശരീഅത്തുൽ ഇസ്ലാം വന്നതിൽ പിന്നെ അത് ദീനിന്റെ ശറഅാക്കപ്പെടുകയും ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ച് മിൻഹാ അർബഅത്തുൻ ഹുറും 4 മാസങ്ങൾ പവിത്രതയേറിയതാണെന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹറാം എന്ന വാക്കിന്റെ പ്ലൂരലാണ് ഹുറും. ഹറാം എന്ന വാക്കിന് 2 വളരെ പ്രബലമായ 2 അർത്ഥങ്ങളാണ്. ഒന്ന് നമ്മളൊക്കെ അറിയുന്ന പ്രോഹിബിറ്റഡ്, ചെയ്യാൻ പാടില്ലാത്തത്, അരുതാത്തത്. മറ്റൊന്ന് പവിത്രതയേറിയത്, സേക്രഡ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദ ഹോളി സാങ്ച്വറി എന്നാണ് ഇതിനർത്ഥം. മക്കയിലെ കഅബയുടെ ചുറ്റുമുള്ള പള്ളിയുടെ പേര് മസ്ജിദുൽ ഹറാം എന്നാണ്. ചിലപ്പോഴെങ്കിലും നമ്മൾ സാധാരണക്കാരൊക്കെ ചിന്ത പഠിച്ചവനെ ഹറാം എന്നൊക്കെ പേരിട്ടത്. ആ ഹറാമിന്റെ അർത്ഥം അവിടെ ഹോളി എന്നാണ്, പരിശുദ്ധമായത് എന്നാണ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം നിഷിദ്ധമാക്കപ്പെട്ടത്. എന്ത് നിഷിദ്ധമാക്കപ്പെട്ടത്? ശണ്ട കൂടുക, തമ്മിലടിക്കുക, യുദ്ധം ചെയ്യുക പോലെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ മുഴുക്ക ഹറാമാണ്. പക്ഷേ അതിഗുരുതരമായ ഹറാമാണ് ഈ 4 മാസങ്ങളിൽ. ആ മാസത്തിന്റെ പേര് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണെന്നാണ്. ഷഹ്റുല്ലാഹിൽ മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മുഹറമായ മാസം. മുഹറം മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തങ്ങൾ നോമ്പ് എടുത്തിരുന്ന മാസം മുഹറം മാസമായിരുന്നുവെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റമദാൻ പോലെ ഒരു മാസവും നബി തങ്ങൾ പൂർണ്ണമായി നോമ്പെടുത്തിട്ടില്ല. പക്ഷേ മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തക്മല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ ബിസൗമിൻ, ഒരു മാസവും നബി തങ്ങൾ പൂർത്തിയായി നോറ്റത് മഅദ റമദാൻ, റമദാൻ അല്ലാതെ വേറെ മാസം നബി തങ്ങൾ പൂർത്തിയായി നോറ്റിട്ടില്ല. പക്ഷേ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന ഒരു മാസമാണ് മുഹറം മാസം. അത് സുന്നത്തായ നോമ്പുകളാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് മുഹറമിലെ നോമ്പുകൾ എന്ന് പറയുന്ന ഹദീസ് ഇമാം തുർമിദി റളിയല്ലാഹു അൻഹുവിന്റെയും സ്വഹീഹ് മുസ്ലിമിലും കാണുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന് ഇഷ്ടമുള്ള നോമ്പുകളാണ്. ഇപ്പോൾ നോമ്പുകളിൽ തന്നെ മുത്തലഖായ സുന്നത്തും റവാത്തിബായ സുന്നത്തും പോലെ നോമ്പുകളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ശവ്വാൽ മാസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ശവ്വാലിന്റെ 6 നോമ്പുകൾ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. കാനക സുയാമി ദഹ്രി കുല്ലി, അല്ലേ? റമദാന് നോറ്റു, അതിനുശേഷം 6 നോമ്പും കൂടെ നോറ്റാൽ കാനക സുയാമി ദഹ്രി കുല്ലി, കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചതിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജ മാസം നമുക്ക് കഴിഞ്ഞുപോയി. ഹജ്ജിനെ സംബന്ധിച്ച് നമ്മൾ പരാമർശിച്ചു.
അവിടെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുമായിരുന്നു, അള്ളാഹു 3 മാസങ്ങളിലെ 10 ദിവസങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന്. അത് ദുൽഹിജ്ജയിലെ 10 ദിവസവും മുഹറത്തിലെ 10 ദിവസവും റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളുമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അപ്പോ ആ ഷവ്വാലിന്റെ 6 നോമ്പും ദുൽഹിജ്ജ മാസത്തിലെ നോമ്പും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണോ മുഹറത്തിൻ്റെത്? മുഹറ മാസം മുഴുവനുമുള്ള നോമ്പ് കേട്ടോ. മുഹറത്തിന്റെ ആശുറാഇന്റെയും താസുആഇന്റെയും നോമ്പ് വളരെ മുഅക്കദായ അതിശ്രേഷ്ഠമായ നോമ്പാണ്. യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു മാസത്തെ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് അഖ്റജഹു ശൈഖാൻ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അല്ലാഹു ആ ദിവസങ്ങളൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന്റെ ശേഷവും ഫർദ് നിസ്കാരത്തിന്റെ ശേഷവും മുമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നമുക്കറിയാമല്ലോ. ആ സുന്നത്ത് സാധാരണ മുത്തലഖ് സുന്നത്തുകളെക്കാളും ശ്രേഷ്ഠമേറിയതാണ്. നമ്മൾ ഉദു എടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലിരിക്കുകയാണ്, നമ്മൾ വെറുതെ സുന്നത്ത് നിസ്കരിക്കുന്നത് മുത്തലഖ് സുന്നത്ത് എന്ന് പറയും. സമയബന്ധിതമല്ലാത്ത സുന്നത്തുകൾ, അത് ആണോ നിസ്കാരത്തിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്തുകൾക്കാണോ ശ്രേഷ്ഠത? നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്തുകൾക്കാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. എന്നതുപോലെ മുഹറം മാസത്തിൽ മുഴുവനായി എടുക്കുന്ന മുത്തലഖായ നോമ്പ് അതിനേക്കാളും ശ്രേഷ്ഠതയുള്ളത് ദുൽഹിജ്ജയിലെയും അതുപോലെ തന്നെ ഷവ്വാലിന്റെയും ആദ്യത്തെ ആ ഷവ്വാലിന്റെ 6 നോമ്പും ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളുടെ 9 വരെയുള്ള നോമ്പുകളുമാണെന്ന് മഹാന്മാരായ ഇമ്മത്തുകൾ, ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ മുത്തലഖായ നോമ്പുകൾ വെറുതെ സുന്നത്ത് നോമ്പ് എടുക്കുക. അഹബ്ബു സുയാമി ഇലല്ലാഹി സുയാമി ദാവൂദ അലൈഹിസ്സലാം, അല്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. യസൂമു യൗമൻ വയഫ്തിറു യൗമ, ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ നോമ്പനുഷ്ഠിക്കും, പിറ്റേന്നാൾ ഒരു നോമ്പെടുക്കില്ല. അതിന്റെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്നില്ല, അതിന്റെ പിറ്റേന്നുണ്ട്. അങ്ങനെയുള്ള നോമ്പ് ആണ് സുന്നത്ത് നോമ്പുകളിൽ ഏറ്റവും ഉത്തമം. റമദാനെ നമ്മളൊരു മാസം പൂർത്തിയായിട്ട് എടുക്കുക. അപ്പൊ ആ റമദാനിന്റെ ആ ഒരു പ്രത്യേകതയെ നഷ്ടപ്പെടുത്താതിരിക്കാനാണ് ഒരു മാസവും നബി തങ്ങൾ പൂർത്തിയായി നോമ്പെടുത്തിട്ടില്ല, റമദാൻ ഒഴികെ. ഇടക്ക് നോമ്പ് നോൽക്കും, ഇടക്ക് ഒഴിവാകുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും മുഹറം മാസത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നോൽക്കൽ പ്രത്യേകിച്ച് സുന്നത്താണ്. അതിലേറ്റവും പ്രബലമായ സുന്നത്തുള്ള ദിവസങ്ങളാണ് ഈ മുഹറത്തിന്റെ 9ഉം 10ഉം ദിവസങ്ങൾ. ആശൂറാ, താസുആ എന്നാണ് പറയുക, അല്ലേ? ഇരിക്കട്ടെ, മുഹറം എന്നത് അള്ളാഹുവിന്റെ മാസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും അള്ളാഹു തആല ഉമ്മത്തികളുടെ ഇബാദത്തിന് കണക്ക് നിശ്ചയിച്ച് അള്ളാഹു പറഞ്ഞു തന്ന ചന്ദ്രവർഷത്തിലെ തുടക്കമാണ് മുഹറം, അല്ലേ? നമ്മുടെയൊക്കെ ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നത് അറബ് കണക്കുകൾ, അറബ് കലണ്ടർ തന്നെ നടക്കുന്നത് ചന്ദ്രവർഷമാണ്. ലൂണാർ ഇയർ, സോളാർ ഇയർ അല്ല. നമ്മൾ സൂര്യന്റെ ഭ്രമണവുമായി ബന്ധപ്പെടുത്തിയല്ല, ചന്ദ്രന്റെ ഭ്രമണവുമായി ബന്ധപ്പെടുത്തിയാണ് അറബ് മാസങ്ങൾ ശരീഅത്തുൽ ഇസ്ലാമിലെ ഹിജ്റ വർഷവും ഒക്കെ കിടക്കുന്നത്. അങ്ങനെയാണ് അത് അല്ലാഹു തിരഞ്ഞെടുക്കാനുള്ള അതിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരമാണ്. അള്ളാഹുവിന്റെ തന്നെയാണ് സൂര്യൻ, അള്ളാഹുവിന്റേതാണ് ചന്ദ്രൻ. അള്ളാഹു സൂര്യനെ വേറൊരു കൗമിന് കൊടുത്തതല്ല. നമുക്ക് ഇസ്ലാമിന് അള്ളാഹു ചന്ദ്രവർഷം തിരഞ്ഞെടുത്തതിന്റെ താല്പര്യം അതാണ്. സൂര്യവർഷമാണെങ്കിൽ ആ ചൂടാണെങ്കിൽ ചൂടന്നെ, ജൂലൈയിൽ ചൂടന്നെയാണ്. ജൂലൈയിൽ തണുപ്പ് വരണമെങ്കിൽ ഒരുപാട് കാലത്തെ സൈക്കിൾ കഴിയേണ്ടി വരും, ഒരുപാട് കാലം കഴിയേണ്ടി വരും. നേരെ മറിച്ച് റമദാൻ എല്ലാ മാസത്തിലും വരാം. ഹജ്ജ്, ദുൽഹിജ്ജ മാസം നമ്മൾ കണക്കാക്കുന്ന സൂര്യവർഷത്തിലെ ജനുവരി, ഫെബ്രുവരി മാസങ്ങൾ ഏത് മാസത്തിലും വരാം, അല്ലേ? ഒരു വർഷം ചൂടാണെങ്കിൽ അയാൾക്ക് തീരുമാനിക്കാം, ഇനി തണുപ്പ് വരുന്ന കാലത്ത് ഞാൻ ഹജ്ജ് ചെയ്യാം, അങ്ങനെ തീരുമാനിക്കാം. അപ്പോ ഒരു മനുഷ്യനൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അള്ളാഹ് മുമ്പിൽ ഒഴിവാകാൻ പറ്റൂല. എല്ലാ സമയവും എല്ലാ ദിവസങ്ങളിലും കാലഘട്ടങ്ങളിലും കഴിഞ്ഞു പോകുന്ന കലണ്ടറാണ് ചന്ദ്രവർഷത്തിന്റെ കലണ്ടർ. ഇംഗ്ലീഷ് കലണ്ടർ അങ്ങനെയല്ല. അതുകൊണ്ട് അള്ളാഹു ഇബാദത്തുകൾക്ക് സൗകര്യപ്പെടാൻ വേണ്ടി തന്നെയാണ് അള്ളാഹു തആല യസ്അലൂനക അനിൽ അഹില്ലതി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. നബിയേ, അങ്ങയോട് അവർ ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി പിന്നെ വലുതായി, ഇങ്ങനെ വളരെ ഗ്രാജുവലി ഇങ്ങനെ വലുതായി 15 ആകുമ്പോൾ പൂർണ്ണചന്ദ്രനായി, പിന്നെ അതിന് ഡിറ്റീരിയേഷൻ സംഭവിച്ച് കുറഞ്ഞ് ഡിസപ്പിയർ ആകും, എന്താ നബിയെ ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുയായികൾ ചോദിച്ചു. അവർക്ക് കൊടുക്കേണ്ട മറുപടി ശരിക്ക്
സൂര്യന്റെയും ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണങ്ങളെ ബന്ധപ്പെടുത്തി സൂര്യന് മറയായി ചന്ദ്രന്റെ ഇടയിൽ സൂര്യനിൽ മറനിന്ന് ഭൂമി വരുന്ന ആ സമയം, ആ ഒരു റൊട്ടേഷന്റെ സംഭവമാണ്, അതിന്റെ ഫിസിക്സ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അവരുടെ ചോദ്യത്തെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു എന്ന് പറയാൻ കഴിയും. ചോദ്യകർത്താവിന് എന്താണോ അറിയേണ്ടത് അതാണ് കൊടുക്കേണ്ടത് എന്നാണ്. അവരോട് ഇതിന്റെ സയൻസോ ഇതിന്റെ സോളാർ സിസ്റ്റത്തോ അതിന്റെ സെലസ്റ്റിയൽ ബോഡീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങൾ, ഫിനോമിനൻ, ഇതൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ അതിന്റെ ഉപകാരം? ഖുൽ, അങ്ങ് പറയുക നബിയെ, ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ഇത് ജനങ്ങൾക്ക് സമയമറിയാനുള്ള അള്ളാഹുവിന്റെ സംവിധാനമാണ്. വൽ ഹജ്ജ്, ഹജ്ജിന് പോകാനായിട്ടുണ്ടോ, റമദാൻ ആയിട്ടുണ്ടോ, മാസം പിറന്നിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു അടയാളമാണ് ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ ആ ചോദ്യത്തിന് മറുപടി കൊടുത്തത് അങ്ങനെയാണ്. അവിടെ വേറെ പല കാര്യങ്ങളും ആലിമ്യങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ വിഷയം അല്ലാഹു തആല 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ സംവിധാനിച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഇന്ന് ശനിയാഴ്ച ദിവസത്തിലാണ്. ഇത് ശനിയാഴ്ച തന്നെയാണെന്ന് എന്താ നമുക്ക് ഉറപ്പ്? ഇത് ക്രിറ്റിക്കലായിട്ട് ചിന്തിക്കുക. എത്രയോ കാലം ചരിത്രത്തിൽ കഴിഞ്ഞു പോരുന്ന ദിവസങ്ങളല്ലേ ഇതൊക്കെ. ഇതിപ്പോ ഏതെങ്കിലും ചൊവ്വാഴ്ച ഒന്ന് ശനിയാഴ്ച മാറിയതായിക്കൂടെ? അങ്ങനെ അല്ലട്ടോ, കൃത്യമായിട്ട് നമ്മൾ ശനിയാഴ്ചയിൽ തന്നെ, അത് ഞാൻ പറയാം. പക്ഷേ ഒരു സംശയം അങ്ങനെ വരാം. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ. പടച്ചോനെ, നമ്മുടെ ഇതന്നെയാണ് മുഹറം, ഇതിപ്പോ അതിന്റെ മുമ്പത്തെ ഒരു മാസമോ ശേഷമുള്ളതോ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലോ ഒരു ചരിത്രത്തിലെ ഒരു ഗ്രന്ഥകാരനോ ചരിത്രകാരനോ ഒരു ലിങ്ക് വിട്ടുപോയാൽ നമുക്ക് കിട്ടൂലല്ലോ എൽമ്, അല്ലേ? ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അങ്ങനെ ആയിപ്പോയി, അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ നിസ്കരിച്ച ജുമ തന്നെയാണോ? ആണ്. اليوم استدارت الايام يوم خلق الله السماوات والارض. സഹീഹുൽ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസത്തെ സാക്ഷിയാക്കി, ഇന്നത്തെ ദിവസം ഇസ്തദാറത്തിൽ അയ്യാം, ദിവസങ്ങൾ അതിന്റെ കൃത്യമായ റൊട്ടേഷനിൽ കടന്നു വന്നിരിക്കുകയാണ്. അൽയൗമ തദാവലത്തിൽ അയ്യാം എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ച ഒരു ഹദീസുണ്ട്. ഒരു ദിവസത്തെ നിർത്തിയിട്ട നബി തങ്ങൾ ഇന്നത്തെ ദിവസം എല്ലാ ചലനങ്ങളും മാസവും ഈ ദിവസങ്ങളും എല്ലാം കൃത്യമായ അളവിൽ ഇന്നെത്തിയിരിക്കുന്നു എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു. ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ കഴിയും. എന്താ അത് പ്രഖ്യാപിക്കാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ, ജാഹിലിയ്യ കാലത്ത്, ഇസ്ലാമിന്റെ മുമ്പുള്ള കാലഘട്ടത്ത് അവർ മാസങ്ങളെ ഒരു പോസ്റ്റ്പോൺ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. യുദ്ധം ഹറാമായ ഒരു മാസത്തിൽ സംഗതിവശാൽ ഒരു യുദ്ധം നടക്കേണ്ടി വന്നാൽ അത് മുഹറം മാസമാണ് പറയും, മുഹറം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാണ്, ഇതിപ്പോ ഷഅബാന എന്ന് പറയും, എന്നിട്ട് യുദ്ധം നടത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി മുഹറമാണ്. ഇങ്ങനെ മാസങ്ങളെ കൊണ്ട് കളിക്കുന്ന ഒരു സ്വഭാവം ജാഹിലിയ്യ കാലത്തുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ തന്നെ മാസങ്ങൾ താളം തെറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ മുഖേന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിവ് കൊടുത്തു, നബിയെ, ഇന്നത്തെ ദിവസം മുതൽ അൽ യൗമ തദാവലത്തിൽ അയ്യാം യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശ ഭൂമികളെ നിർണയിച്ച സൃഷ്ടിച്ചു വെച്ച നാൾ മുതൽ കൃത്യമായ ആ ഒരു കലണ്ടറിലേക്ക് ദിവസങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല. തങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി ദിവസങ്ങളെ മാറ്റിക്കൂടാ, മാസങ്ങൾ മാറ്റിക്കൂടാ, അള്ളാഹു നിശ്ചയിച്ച ആ കണക്കിൽ തന്നെ കൃത്യമായി കാര്യങ്ങൾ നടന്നേ പറ്റൂ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വലിയ ഒരു സംശയത്തിന്റെ ചോദ്യചിഹ്നം ഡിസപ്പിയർ ആവുകയാണ്. നബി തങ്ങൾ പ്രഖ്യാപിച്ചു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ വിഷയങ്ങൾ അങ്ങനെയാണ്. ഹദീസിന്റെ ഇൽമുൽ ഹദീസ്, സയൻസ് ഓഫ് ഹദീസ് ഭയങ്കര അത്ഭുതല്ലേ. നമ്മളൊക്കെ ചരിത്രം എന്നൊക്കെ പറയുന്ന എന്ത് സിവിലൈസേഷനെ കുറിച്ചോ, സുമേറിയൻ, സീരിയൻ, ബാബിലോണിയൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻസ്, അന്നൊക്കെ പ്ലൂട്ടോയെ സംബന്ധിച്ച് അരിസ്റ്റോട്ടിലിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്ക് തന്നെയാണെന്ന് ഹദീസിന്റെ ഒരു സനദ് നമ്മുടെ കയ്യിലില്ല. ഒരു സനദില്ലാത്ത സംഗതിയാണത്. എല്ലാ ചരിത്രവും അങ്ങനെയാണ്. നേരെ മറിച്ച് ഹദീസ്, ഇസ്ലാമിന്റെ സംഭവങ്ങൾ എന്തൊരു മനോഹരമാണ്. വളരെ കൃത്യമായി അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിലേക്ക് എത്തി നിൽക്കുന്ന സനദുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം വളരെ അത് സർട്ടൻ, അതിൽ പിന്നെ സംശയത്തിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എന്ന് മുതലാണ് ഈ ഹിജ്റ വർഷം ആരംഭിച്ചത്? നമ്മൾ ഹിജ്റ വർഷമാണ് ഹിജ്റ കലണ്ടറാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാണ് ഹിജ്റ വർഷം കണക്കാക്കുന്നത്? എന്ന് മുതലാണ് ഇസ്ലാമിന്റെ കലണ്ടർ വന്നത്? ഹിജ്റ മുതൽ. അതിന്റെ ആൻസർ അതന്നെയാണ്. ഹിജ്റ മുതലാണ് ഇസ്ലാമിക കലണ്ടർ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന ആ വർഷത്തിലാണ്
അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു രാജാവ്, യമൻകാരനായ രാജാവ്, അദ്ദേഹം ഫോർമലി എത്യോപ്യനാണ്, അവിടെ നിന്ന് വന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം യമനിന്റെ സനആയിൽ വെച്ച് അവിടെ ഒരു ദേവാലയം പണിത് അത് കഅബക്ക് സമാന്തരമാകണമെന്നും കഅബ പൊളിക്കണമെന്നും കരുതി വന്നു. ആനപ്പടയുമായി വന്നു, കഅബ പൊളിക്കാൻ വരികയും അല്ലാഹു ഫഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അല്ലേ, പക്ഷികളെ അയച്ച് അല്ലാഹു നശിപ്പിക്കുകയും ചെയ്ത സംഭവം നടന്ന വർഷമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുന്നത്. അപ്പൊ ആമുൽ ഫീൽ എന്ന് പറയാം, ദി എലഫന്റ് ഇയർ, ആനക്കലഹ വർഷം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അത് ഒന്നിനാണ് നബി തങ്ങളുടെ ജനനം സംഭവിക്കുന്നത്. അതിന് മുമ്പേ ക്രിസ്ത്യാനികൾ ഈസ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അവർ പ്രചാരമില്ലെങ്കിലും അവർ തമ്മിൽ അറിയുന്ന രീതിയിൽ ഒരു കലണ്ടർ അവർ ഫോളോ ചെയ്തു വരുന്നുണ്ട്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് നമുക്ക് ഇസ്ലാമിന്റെ കലണ്ടർ വേണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ മസ്ലഹത്തുള്ള വിഷയങ്ങൾ മശ്വറ ചെയ്ത് നടപ്പാക്കുകയാണ്. സ്വഹാബികൾ അഭിപ്രായം പറഞ്ഞു, എന്നു മുതൽ നമ്മൾ തുടങ്ങണം നമ്മുടെ കലണ്ടർ? ഹബീബായ നബി തങ്ങളുടെ ജനനം മുതൽ ആകണമോ? തങ്ങൾക്ക് വഹി ലഭിച്ച ഇഖ്റ ഇറങ്ങിയ ആ ദിവസം മുതൽ ആകണമോ? ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു അഭിപ്രായം. അത് സ്വഹാബികൾ മുഴുവനും എല്ലാവരും ഐക്യകണ്ഠേന അതിനോട് യോജിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാഹു പരിശുദ്ധ കലാമിൽ ആദ്യ ദിവസം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്, അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يريدون أن يتطهروا والله يحب المطهرين. മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ ചെയ്ത് വന്നത്തെ ആദ്യത്തെ നബി തങ്ങളുടെ ആദ്യം ചെയ്ത ദൗത്യം എന്താണ്? മദീനയിലേക്ക് തങ്ങൾ എത്തിയപ്പോൾ തങ്ങൾ ആദ്യം ചെയ്തത് എന്താണ്? മസ്ജിദ് ഖുബാ പള്ളി സ്ഥാപിച്ചു എന്നതാണ്. ഇസ്ലാമിലെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് സ്ഥാപിച്ച ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഖുബാ. അതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മസ്ജിദുൻ നബവി സ്ഥാപിക്കപ്പെടുന്നത്. ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബയാണ്. അതിലേക്കാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. ലമസ്ജിദുൻ, ഒരു പള്ളി, ഉസ്സിസ അല തഖ്വാ മിൻ അവ്വൽ യൗമിൻ, ആദ്യത്തെ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളിയുണ്ട്. അഹഖു അൻ തഖൂമ ഫീഹി, ആ പള്ളിയിലാണ് നബിയെ അങ്ങ് നിസ്കരിക്കേണ്ടത്. അതിനപ്പുറത്ത് വേറൊരു പള്ളിയിൽ പോയി നിസ്കരിക്കണ്ടെന്ന് തങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മുനാഫിക്കുകൾ നമ്മളൊക്കെ ആലോചിക്കുന്നത് കുറച്ചോനെ നിഫാഖിന്റെ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉമ്മത്തിലൊക്കെ ഉണ്ടോ എന്ന് പേടിയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മദീനയിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ മദീനയിൽ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി നിൽക്കല്ലേ? അവർ പാട്ടുപാടിയില്ലേ? തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. പെൺകുട്ടികളും പ്രായമേറിയവരും കൊച്ചുകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഈ തപ്പനയുടെ മുകളിലൊക്കെ കയറി നോക്കുകയാണ് തങ്ങളുടെ വരവ് കാത്തിരിക്കാൻ. സ്വീകരിക്കല്ലേ, മർഹബ ചൊല്ലി ദഫ് മുട്ടി സ്വീകരിച്ചില്ലേ നബി തങ്ങളെ? എല്ലാരും പറഞ്ഞു, നബി ഇത് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണം. എല്ലാരും പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ. ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഹബീബായ നബി തങ്ങൾ വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ ക്ഷണം തങ്ങൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? എല്ലാരും വിളിച്ചാൽ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകം ഖസ്വ എന്നാണ് ഒട്ടകത്തിന്റെ പേര്. ഇന്നഹാ മഅ്മൂറ, ഇത് അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നുവോ അവിടെ തങ്ങൾ താമസിക്കും. ആ ഭാഗ്യം കിട്ടിയത് മഹാനായ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനാണ്. ആ മുട്ടുകുത്തിയ സ്ഥലത്താണ് ഇന്ന് മസ്ജിദ് ഖുബ നിലകൊള്ളുന്നത്. ഉംറക്ക് പോയ ആളുകൾ മസ്ജിദ് ഖുബ കണ്ട ആളുകളൊന്ന് കൈവക്കിയാൽ അല്ലേ? മാഷാ അല്ലാഹ്, ജംഹൂറും കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സെന്ററിന്റെ ഉംറ പോക്കൊക്കെ ഉണ്ടല്ലേ എല്ലാ മാസവും? മാഷാ അല്ലാഹ്, റബീഉൽ അവ്വൽ അല്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കണ്ണുണ്ടായി പോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോകേണ്ടത് അങ്ങോട്ടൊക്കെയാണ് അല്ലേ? ഏറ്റവും നല്ല പിക്നിക് എന്ന് പറഞ്ഞത് മക്കയിലേക്കും മദീനത്തേക്കുമാണ് അല്ലേ? പറ്റുമെങ്കിൽ ജെറൂസലേമിലേക്ക്, മസ്ജിദുൽ അഖ്സായിലേക്ക്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
മസ്ജിദ് ഖുബാ പണിത് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം അതിൽ കൂറായി തങ്ങളടക്കം പണിത പള്ളിയാണ് മസ്ജിദ് ഖുബാ. ഹംസ റളിയല്ലാഹു അൻഹു കണ്ണുനീര് കൊണ്ട് പറഞ്ഞു, നബി തങ്ങൾ കല്ലിങ്ങനെ കൊണ്ടുവരുന്ന പറഞ്ഞു, പൊന്നാര നബിയെ അങ്ങ് അവിടെ ഇരിക്കുക റസൂലേ, ഞങ്ങൾ ചെയ്തോളാം പണി, അങ്ങ് എടുക്കൽ നബി അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു സ്വഹാബികളൊക്കെ നേരത്തെ മദീനയിൽ എത്തിയിട്ടുണ്ട്. അത് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠം അതാ. തങ്ങൾ പറഞ്ഞു എല്ലാവരും പൊയ്ക്കോളൂന്നു, എല്ലാ മുഅ്മിനീങ്ങളോടും പോകാൻ പറഞ്ഞു. ബാക്കിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അലി റളിയല്ലാഹു അൻഹു, പിന്നെ ഏതാനും അസുഖബാധിതരായ യാത്ര ചെയ്യാൻ പറ്റാത്ത മുഅ്മിനീങ്ങൾ, ബാക്കി എല്ലാവരും പോയി. അവസാന തങ്ങൾ വരുന്നത് മക്കയിൽ നിന്ന്. സാധാരണഗതി നേതാക്കന്മാരൊക്കെ ഞാൻ വേഗം സ്ഥലം വിടട്ടെങ്കിൽ പിന്നെ വന്നാൽ മതി എന്നാ പറയാം. തങ്ങളതല്ല, നിങ്ങളൊക്കെ പോയിക്കോളൂ, ഏറ്റവും എക്സ്ട്രീം ഡേഞ്ചർ തങ്ങൾ മാത്രം ബാക്കിയായി, എന്തും സംഭവിക്കാം, തങ്ങളെ സംരക്ഷിക്കാൻ അനുയായികൾ വേണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ തവക്കുലാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠം എന്ന് പറഞ്ഞതാണ്. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള ആ ഒരു തവക്കുൽ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങളോട് ഹംസ തങ്ങൾ പറഞ്ഞു, നബിയെ അങ്ങ് ഇരിക്കി, ഞങ്ങൾ ചെയ്തോളാം പണി. തങ്ങൾ പറഞ്ഞു, ഞാനും കൂടാം, ക്ഷീണിച്ചു വന്നതല്ലേ നബിയെ, അങ്ങ് ഇരുന്നോളൂ, ഞങ്ങൾ ചെയ്തോളാം. വേണ്ടാന്ന് പറഞ്ഞു. തങ്ങളും കൂടി അങ്ങനെയാ മസ്ജിദ് ഖുബാ പണിയുന്നത്. പള്ളി പണിത് കഴിഞ്ഞപ്പോൾ മുനാഫിക്കുകൾ, ഹിപ്രോക്രൈറ്റ്സ്, അവർക്ക് ഒരു ഫിത്ന തുടങ്ങി. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാഫിറാൻ, പക്ഷെ പ്രത്യക്ഷത്തിൽ pretend to be മുസ്ലിം, അവര് മുസ്ലിമാണെന്ന് നടിക്കുന്നവരാണ്, പക്ഷെ അവര് കാഫിറുകളാണ്. അവർക്ക് ചെറിയൊരു അസ്വാരസ്യം, ഈ പള്ളി നമുക്ക് കൂടാൻ പറ്റൂലല്ലോ, നമ്മുടേതായ ആൾക്കാർക്ക് കൂടണമെങ്കിൽ പള്ളി വേറെ ഉണ്ടാക്കാം. അങ്ങനെ ഖുബാ പള്ളിക്ക് പാരയായി മറ്റൊരു പള്ളി വന്നു. ആ പള്ളിയുടെ ചരിത്രത്തിൽ പള്ളിയുടെ പേര് മസ്ജിദുൽ ദിറാർ എന്നാണ്. മസ്ജിദുൽ ദിറാർ. നമ്മൾ വിചാരിക്കില്ലേ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഖൈറന്നല്ലേ, പള്ളിയല്ലേ നാട്ടിൽ മുനാരങ്ങൾ പൊന്തിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഉസ്സിസ അല തഖ്വ, അള്ളാഹുവിന്റെ തഖ്വയിൽ സ്ഥാപിതമായ പള്ളി അള്ളാഹുവിന് വേണ്ടതുള്ളൂ. ഈ ദിറാർ പള്ളി മുനാഫിക്കുകൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവരതിനെ ഉദ്ഘാടനം ചെയ്യാൻ, നമ്മളൊക്കെ പാണക്കാട് തങ്ങളെ വിളിക്കൂലേ, അവർ വിളിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരണം. അള്ളാഹുവിന്റെ റസൂലിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഉണ്ടാക്കുന്നതോ കാഫിരീങ്ങൾ, പള്ളിയാണ്. തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹീയുമായി വരുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് ഓതാനുള്ള ആയത്തായി ഖുർആനിൽ ഇറങ്ങി. നബിയെ ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അങ്ങ് ആ പള്ളിയിലേക്ക് പോകരുത് നബിയെ, ആ പള്ളിയിലേക്ക് അങ്ങ് പോവുകയേ വേണ്ട, ഉദ്ഘാടനം വേണ്ട, അങ്ങ് ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ പോയി അങ്ങ് നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ ഹഖ്ഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുരീദൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും പോകരുത് നബിയെ. അത് തഖ്വയിൽ സ്ഥാപിതമായ പള്ളിയല്ല, അത് ഹബീബിന്റെ സ്വഹാബികളോട് മത്സരിക്കാൻ ഉണ്ടാക്കിയ പള്ളിയാണ്. അങ്ങ് പോകല്ലേ നബിയെ. ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും പോകരുത് നബിയെ. അല്ലാഹുവിന്റെ ആജ്ഞ വന്നു. എന്നിട്ട് പറഞ്ഞ ആയത്താണിത്. ലമസ്ജിദുൻ, എന്നാൽ ഒരു പള്ളി, ഉസ്സിസ അല തഖ്വാ, അല്ലാഹുവിന്റെ തഖ്വയുടെ മേൽ സ്ഥാപിതമായ ഒരു പള്ളിയുണ്ട്, അത് മസ്ജിദുൽ ഖുബയാണ്. മിൻ അവ്വലി യൗമിൻ, മദീനയിലേക്ക് അങ്ങ് കാലെടുത്ത് വെച്ച ഒന്നാമത്തെ ദിവസം മുതൽ, അതാണ് കലണ്ടറാവാനുള്ള നിമിത്തം ഈ വാക്കാണ്. മിൻ അവ്വലി യൗം, ഒന്നാം ദിവസം, അതാവട്ടെ ഇസ്ലാമിന്റെ കലണ്ടറിന്റെ ഒന്നാം ദിവസം എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്നത്. ലമസ്ജിദുൻ, ഒരു പള്ളി, ഉസ്സിസ അല തഖ്വാ, അല്ലാഹുവിന്റെ തഖ്വയിൽ സ്ഥാപിതമായത്, മിൻ അവ്വലി യൗമിൻ, ഒന്നാമത്തെ ദിവസം മുതൽ. ആ പള്ളിയാണ് അഹഖു അൻ തഖൂമ ഫീഹി, ആ പള്ളിയിലാണ് നബിയെ അങ്ങ് നിസ്കരിക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് ആജ്ഞ വന്നു, പള്ളിക്ക് പോവണ്ടെന്ന് മാത്രമല്ല, മസ്ജിദുൽ ദിറാർ പൊളിച്ചു കളഞ്ഞതാണ് ഇസ്ലാമിന്റെ ചരിത്രം. മസ്ജിദുൽ ദിറാർ പൊളിച്ചു കളഞ്ഞു. എന്തേ പ്രശ്നം? തഖ്വയിലല്ല. കാര്യങ്ങൾ ഇങ്ങനെ പിടികിട്ടുണ്ടാവും നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ ദീനിന്റെ തഖ്വയാണ് ഇതിന്റെ അടിസ്ഥാനം. ബാക്കി ഒച്ചപ്പാടൊന്നും പ്രശ്നമല്ല. തഖ്വ ഉണ്ടോ, അതേ ദീനിന് വേണ്ടതുള്ളൂ. ബാക്കി ഏതെങ്കിലും കാറ്റഗറിയിലേക്ക് മാറ്റിവെക്കാം, ദീനിന് വേണ്ട തഖ്വ. എന്നിട്ട് ഹബീബായ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നബിയേ ഫീഹി റിജാലുൻ യുരീദൂന അൻ യതതഹറു, അവിടെ
അല്ലാഹുവിൽ നിന്ന് ശുദ്ധി സ്വീകരിക്കാൻ വേണ്ടി വരുന്ന എത്രയോ സ്വഹാബികളായ ചെറുപ്പക്കാർ ആ പള്ളിയിലുണ്ട് നബിയെ. يحبون فيه رجال يحبون أن يتطهروا والله يحب المطهرين. ശുദ്ധിയാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, അങ്ങനത്തെ റിജാലുൻ ഒരുപറ്റം ചെറുപ്പക്കാർ, യുവാക്കൾ, ആണുങ്ങൾ ആ പള്ളിയിൽ വരുന്നുണ്ട്. എവിടെ? മസ്ജിദ് ഖുബായിൽ. അപ്പോ അള്ളാഹുവിൽ നിന്ന് ശുദ്ധി സ്വീകരിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ പോകുന്ന പള്ളി, അത് തഖ്വയിൽ സ്ഥാപിതമായ പള്ളി. അങ്ങ് അവിടേക്ക് പോയാൽ മതി നബിയെ. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമാണ്. അള്ളാഹു നമ്മ മുത്തഹിരീങ്ങളിൽ അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. ഈ ആയത്തിന്റെ തഫ്സീർ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അവിടെ കല്ലുകൊണ്ട് മനോഹരിച്ചാൽ ശുദ്ധിയാകും എന്ന നിയമമുള്ള ആ സമയത്ത് തന്നെ വെള്ളം കൊണ്ടും ശുദ്ധി ചെയ്തിരുന്ന, രണ്ടും ഉപയോഗിച്ച് ശുദ്ധി ചെയ്തിരുന്ന ആളുകളായിരുന്നു ഇവരെന്ന് മുഫസ്സിരീങ്ങൾ യുഹിബ്ബൂന അൻ യതതഹറു എന്നതിന് ആശയത്തിന് അതിനർത്ഥം വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ആജ്ഞ വന്നു, നബിയെ മസ്ജിദുൽ ദിറാർ പൊളിച്ചു കളയണം, അത് നിഫാഖിന്റെ പള്ളിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മസ്ജിദ് ഖുബായുടെ സ്ഥാനം ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഉയർത്തി വെച്ചു. മസ്ജിദ് ഖുബ എല്ലാ ശനിയാഴ്ചയും തങ്ങൾ അവിടെ നിസ്കരിക്കാൻ പോകാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മസ്ജിദ് ഖുബായിൽ സുബ്ഹാനല്ലാഹ്, മിൻ അവ്വലി യൗം, അള്ളാഹു ഉപയോഗിച്ച വാക്ക് മിൻ അവ്വലി യൗം, ഒന്നാമത്തെ ദിവസം മുതൽ തഖ്വയിൽ തന്നെയാണ് മസ്ജിദ് ഖുബ. ആ ഒന്നാമത്തെ ദിവസമായിരിക്കട്ടെ ഹിജ്റ കലണ്ടറിന്റെ 1-ാം വർഷമെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവിടെ മുതലാണ് നമുക്ക് ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത്. ഹിജ്റ വർഷം 11-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. സുബ്ഹാനല്ലാഹ്, ഹിജ്റയാണ് മുഹറത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഹിജ്റ എന്ന നബി തങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ത്യാഗമാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിൽ നബി തങ്ങൾ താമസിച്ചത് 13 വർഷമാണ് നുബുവത്തിന്റെ ശേഷം. ആകെ താമസിച്ചത് 53 വർഷം. അതിൽ ശേഷിക്കുന്ന 63-ലെ 10 മദീനയിലാണ്. അങ്ങനെ നുബുവത്ത് ഇഖ്റ എന്ന് തങ്ങൾക്ക് വഹി കിട്ടിയതിന്റെ ശേഷം 13 കൊല്ലം മക്കയിൽ, ബാക്കി വരുന്ന 10 വർഷം മദീനയിൽ. അങ്ങനെ ഈ 13+10 23 years ആണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം പൂർത്തിയായ കാലം. അതുകൊണ്ടാണ് നമ്മൾ പറയും 23 കൊല്ലത്തെ നബി തങ്ങളുടെ ദഅവത്ത് എന്നൊക്കെ പറയുന്നത് ഇതാണ്. 13 കൊല്ലം മക്ക, ബാക്കിയുള്ള 10 വർഷം മദീന. ചരിത്രം പറയും 13 കൊല്ലം തങ്ങൾ, 53 വർഷം തങ്ങൾ മക്കയിലാണ്. പിന്നെ ഉള്ള ഖിയാമത്ത് നാൾ വരെയുള്ള കാലം മുഴുവനും തങ്ങൾ മദീനയിലാണ്. സുബ്ഹാനല്ലാഹ്, മക്ക അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമാണ്, മദീനയും ഹബീബിന് ഇഷ്ടമാണ്. മക്ക വിട്ടുപോകുമ്പോൾ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. തങ്ങൾ കരഞ്ഞുവല്ലോ. മക്കയിൽ നിന്ന് ഹിജ്റ പോകുമ്പോൾ തങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങി ഒരു റബുവത്തിൽ, ഒരു കുന്നിൻ പുറത്ത് എത്തിയപ്പോൾ തങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക ലഅഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്. മക്കയെ നീ അല്ലാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും വലിയ, ഏറ്റവും ഇഷ്ടമേറിയ സ്ഥലമാണ്. ലഅഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ്. അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് നിന്റെ മണ്ണാണ് മക്ക. ഞാൻ ഇവിടെയാണ് വളർന്നത്, നിന്നെ വിട്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ലൗല അന്ന ഖൗമകി അഖ്റജൂനി ലമാ ഖറജ്. നിന്റെ ആളുകൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മക്ക വിട്ടു പോകില്ലായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനയോടുകൂടെ പറഞ്ഞിട്ടാണ് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്. മക്കയിലുള്ള 13 കൊല്ലം കഷ്ടപ്പാടിന്റെ കൊല്ലമായിരുന്നു. ഏറ്റവും കൂടുതൽ ടോർച്ചർ നബി തങ്ങൾ അനുഭവിച്ചത് മക്കയിലാണ്. അങ്ങേയറ്റത്തെ പ്രയാസം. അന്ന് അള്ളാഹുവിന്റെ ആജ്ഞ എന്താണ്? പ്രതികരിക്കേണ്ടതില്ല. ഡിഫെൻഡ് ചെയ്യാൻ പോലും അള്ളാഹുവിന്റെ ആജ്ഞയില്ല. പ്രതികരിക്കണ്ട. ബദറും ഉഹദും ഒക്കെ ഡിഫൻസാ, പക്ഷെ അതുപോലും വേണ്ട. കുഫു ഐദീകും വഅഖീമുസ് സ്വലാ. ആത്മസംയമനം പാലിക്കുക, നിസ്കാരം നിലനിർത്തുക. ഇതാണ് മക്കയിലെ ഓർഡർ. കുഫു ഐദീകും വഅഖീമുസ് സ്വലാ. അള്ളാഹുവിന്റെ ആജ്ഞ അതാണ്. സ്വഹാബികളൊക്കെ പറഞ്ഞല്ലോ, നബിയെ എന്താ നമുക്കൊന്ന് പ്രതികരിച്ചുകൂടെ? ഹബീബായ നബി തങ്ങളുടെ തലയിലൊക്കെ വളരെ ദുർഗന്ധമുള്ള ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൊണ്ടുവന്നിട്ടില്ലേ? അഷ്കൽ ഖൗം. ആ സമയത്ത് നബി തങ്ങളുടെ പൊന്നാര മകൾ സൈനബ് റളിയല്ലാഹു അൻഹ ഓടി വന്ന ഒരു പാത്രത്തിൽ വെള്ളവുമായി ഉപ്പയുടെ തല കഴുകി കൊടുത്ത് സൈനബ് വീണ് കരയാൻ തുടങ്ങി. കൊച്ചുമകൾ. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, യാ സൈനബു മാ യുബ്കീക്. എന്തിനാണ് നിങ്ങൾ കരയുന്നത് സൈനബേ എന്ന് തങ്ങൾ ചോദിച്ചു. പറഞ്ഞു, പാ നിങ്ങളെ സഹിക്കുന്ന പ്രയാസം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. തങ്ങൾ പറഞ്ഞു, പേടിക്കേണ്ട സൈനബ്,
അല്ലാഹു ഈ ദീനിനെ പൂർത്തിയാക്കും. ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله والذئب على غنمه. ഒരാൾക്കും പേടി കൂടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലാഹു ഈ ദീനിനെ വളരെ അത്ഭുതകരമായി വിജയത്തിലെത്തിക്കും. സൈനബ് അങ്ങ് പേടിക്കേണ്ട എന്ന് സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ ആശ്വാസം കൊടുത്തു. സഹാബികൾ പറഞ്ഞു, നബിയെ നമുക്ക് യുദ്ധം ചെയ്യില്ലേ? അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, കുഫു ഐദീക്കും, നിങ്ങൾ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കുകയും ഒന്ന് ആത്മസമയം പാലിക്കുകയും വഖീമുസ് സ്വലാ, അടികൊണ്ടു പ്രയാസങ്ങൾ കല്ലേറ് എല്ലാം സഹിക്കാൻ അല്ലാഹുവിന്റെ ആജ്ഞ. പ്രതികരിക്കാൻ അല്ലാഹു താൻ അനുമതി നൽകിയില്ല, അതുകൊണ്ട് പ്രതികരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജിഹാദ് പോലെയുള്ള വാക്കുകളൊക്കെ നോക്കുമ്പോൾ ഖുർആനിൽ ഈ മക്ക കാലഘട്ടത്തിൽ ആ വാക്കിറങ്ങിയിട്ടുണ്ട്. വജാഹിദുഹും ബി, ഖുർആൻ കൊണ്ട് അങ്ങ് ജിഹാദ് ചെയ്യണം നബി. അതിന്റെ അർത്ഥം കൊണ്ടാണ് നമ്മൾ ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധമല്ല എന്ന് പറയാൻ കാരണം. യുദ്ധം അനുവദിക്കപ്പെടാത്ത സമയത്ത് പോലും ജിഹാദിനെ സംബന്ധിച്ച ആജ്ഞയുണ്ട് മക്കയിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് ആലിമീങ്ങൾ പറയാം, അതിന്റെ അർത്ഥം വെറും യുദ്ധമല്ല, അതിനർത്ഥം അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്ട്രൈവ് ചെയ്യുക, അങ്ങേറ്റം അധ്വാനിക്കുക എന്നാണ്. പക്ഷേ യുദ്ധം ആവശ്യമായി വന്നാൽ അത് അതിന്റെ ഒരു ഭാഗമാണ്. മദീനയിലേക്ക് പോകാൻ അല്ലാഹു ഓർഡർ കൊടുക്കുന്നത് ഇസ്രാ മിഅ്റാജിന്റെ ഉടനെയാണ്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്നു. ആ സമയത്ത് മദീനയിൽ നിന്ന് ഒരു കൂട്ടം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്വഹാബികൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോരി നബിയെ, ഞങ്ങൾ അങ്ങയെ നോക്കിക്കൊള്ളാം, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിൽക്കാൻ നബിയെ, മദീനയിലേക്ക് വരൂ. യസ്രിബാണെന്ന മദീനയുടെ പേര്. നബിതങ്ങൾ അത് തിരുത്തിയതാണ് മദീനത്തുൻ നബി. നബിതങ്ങളുടെ മദീന എന്ന് പറഞ്ഞ നബിതങ്ങളുടെ നഗരം എന്ന വാക്കിലേക്ക് തങ്ങളാണ് ആ പേരിനെ മാറ്റിയത്. യസ്രിബ് എന്ന് വിളിക്കരുത് എന്ന് നബിതങ്ങൾ പറഞ്ഞു. നബിതങ്ങൾക്ക് അത് ഇഷ്ടമല്ല, മദീന എന്ന് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അവര് പറഞ്ഞു, നബിയെ നിങ്ങൾ വരീൻ. അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. എല്ലാരും ബൈഅത്ത് ചെയ്തു. സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, എല്ലാവരും റെഡിയാണ്, നമ്മൾ നബി തങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. തങ്ങളുടെ ഈ ദൗത്യം വിജയിപ്പിക്കാൻ ഞങ്ങളൊപ്പമുണ്ട് നബിയെ. ബൈഅത്തു റിദ്വാൻ, അത് അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമായി. ആ ബൈഅത്ത് കഴിഞ്ഞവർ പോയി. അല്ലാഹുവിന്റെ വഹി വന്നു, നബിയെ അങ്ങ് മദീനയിലേക്ക് പോയിക്കോളൂ, ഇനിയുള്ള കാലം മദീനയിലാണ്, ഇസ്ലാമിന്റെ വളക്കൂറുള്ള മണ്ണിലേക്ക് പോവുകയാണ്. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഫറളാകുന്നത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. മക്കയിലെ 13 വർഷം നിസ്കാരമുണ്ട്, പക്ഷേ 5 നേരത്തെ കൃത്യമായി ഈ അളവിലുള്ള നിസ്കാരമല്ല. തങ്ങൾക്ക് നോമ്പുണ്ട്. ആശൂറ അടക്കം മുഹറം മാസം മുഴുവനും തങ്ങൾ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നുവെന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ തങ്ങൾ മദീനയിലെത്തി. റമദാൻ ഫർളായപ്പോഴാണ് മുഹറം മുഴുവനായി നിൽക്കുന്ന ഫർളായ രീതിയിൽ തങ്ങൾ നോറ്റിരുന്ന ആ നോമ്പ് തങ്ങൾ നിർത്തിയത്. റമദാൻ അല്ലാഹു ഫർളാക്കിയപ്പോഴാണ്. അപ്പൊ നോമ്പുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. പക്ഷെ ഈ കൃത്യമായ അളവിൽ 5 നേരത്തെ ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഫജ്ർ ഇത് അല്ലാഹു നൽകുന്നത് എപ്പോഴാ? മിഅ്റാജ് കഴിഞ്ഞു വന്ന് തൊട്ടുടനെ മദീനയിലേക്ക് പലായനം ചെയ്തതിന്റെ ഉടനെയാണ്. ആ സമയം അവിടെ മുതലാണ് ഇസ്ലാമിന്റെ അഹ്കാമുകൾ മുഴുവനും ഇറങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ 2 ഭാഗമാണ്, സുവറു മക്കിയ്യ വ സുവറു മദനിയ്യ. മക്കയിലിറങ്ങിയ സൂറത്തുകളും മദീനയിലിറങ്ങിയ സൂറത്തുകളും. ഈ മക്കയിലിറങ്ങുന്ന സൂറത്തുകളിൽ ചരിത്ര സംഭവങ്ങൾ, അംബിയാഇന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. വഹ്ദാനിയത്തിലേക്ക്, തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആജ്ഞകളാ മക്കയിലിറങ്ങിയ സൂറത്തുകളിൽ കാണാൻ കഴിയുക. മദീന സൂറത്തുകൾ നോക്കിയാൽ ധാരാളം നിയമങ്ങൾ പറയും. കാരണം അത് ഇസ്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. പിന്നെ അവിടെ നിയമനിർമ്മാണങ്ങൾ നടക്കണം. അതൊക്കെ നടന്നത് മദീനയിലിറങ്ങിയ സൂറത്തുകളിലാണ്. സൂറത്തുൽ ബഖറ മദനിയായ സൂറയാണ്. മദീനയിലിറങ്ങിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. അപ്പോ മദീനയിലേക്ക് തങ്ങൾ പോകാൻ അല്ലാഹുവിന്റെ ആജ്ഞ വന്നിരിക്കുകയാണ്. തങ്ങൾ പോകാൻ തീരുമാനിച്ചു. എല്ലാവരോടും പോകാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോടൊക്കെ പുറപ്പെടാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അവരുടെ കിട്ടിയ വാഹനങ്ങളുമായി നടന്നിട്ടും അല്ലാതെയും 450-ലേറെ കിലോമീറ്റർ യാത്ര വരുന്ന മദീനയിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ബസ്സിൽ കയറി ഇരുന്നാൽ പഠിച്ചോനെ എന്താ എത്താത്തെന്ന് പറഞ്ഞിരിക്കും. മക്കയിൽ നിന്ന് മദീനത്തേക്കോ മദീനയിൽ നിന്ന് ഇങ്ങോട്ടോ വരുമ്പോൾ അത്രയും ദൂരം നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചിട്ടുണ്ടോ? ഈ ദൂരമാണ്. ഇതിലേറെ ഒരു 100 കിലോമീറ്ററോളം ദൂരം വരുന്ന വഴിയിലൂടെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. മക്കയിൽ നിന്ന് ഏകദേശം നോർത്തിലാണ് മദീനയുള്ളത്. മക്കയുടെ നോർത്താണ്, വടക്കാണ് മദീന കിടക്കുന്നത്. പക്ഷെ തങ്ങൾ ഹിജ്റ പോയപ്പോൾ തങ്ങൾ പോയത് സൗത്തിലൂടെയാണ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങോട്ട് പോകണം, തങ്ങൾ താഴ്ഭാഗത്തുകൂടെ, തെക്ക് ഭാഗത്തുകൂടെ തങ്ങൾ ഹിജ്റ പോയതെന്നാണ്. ആരും അതുവരെ പോയിട്ടില്ലാത്ത ഒരു യാത്രയിൽ, ഒരു വഴിയിലൂടെ മക്കയും മദീനയിലുള്ള ആ ഒരു യാത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. പകല് പോയാൽ കാണാം, മരുഭൂമിയല്ല, ഒരുപാട് മലകളാണ്. മക്ക മുതൽ മദീനം വരെ മലകളാണ്. ഇങ്ങനെ പർവ്വതങ്ങൾ, ഒരു പുല്ലോ ചെടിയോ ഇല്ലാത്ത വളരെ
ഡ്രൈ ആയി കിടക്കുന്ന പർവ്വതങ്ങൾ. ഇതിലൂടെ തങ്ങൾ 2 ആഴ്ചയിലേറെ എടുക്കുന്ന സമയമെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് പോയത്. എന്താണ് ആ ത്യാഗം, എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ! സുബ്ഹാനല്ലാഹ്, അതും മരുഭൂമിയിലെ ഏറ്റവും ശക്തിയേറിയ ചൂടുള്ള കാലത്താണ് നബി തങ്ങൾ പോകുന്നത്, ഹിജ്റ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താണ് നമുക്ക് വേണ്ടിയൊക്കെ തങ്ങൾ. അതുകൊണ്ട് നമ്മൾ ദുആക്ക് അല്ലാഹുമ്മ ജാസി നബിയനാ അന്നാ ഖൈറാ, നബി അല്ലാഹുവേ ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗത്തിന് ഏറ്റവും ഖൈറായ കൂലി ഞങ്ങളുടെ നബിക്ക് നീ കൊടുക്കുക പടച്ചവനെ എന്ന് സ്വഹാബികളടക്കവും താബിഈങ്ങളും ആലിമീങ്ങളും ഒക്കെ പഠിപ്പിച്ച ദുആദാണ്. അല്ലാഹുവേ ഹബീബിന് കൂലി കൊടുക്കുക, ഞങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ഈ ത്യാഗം സഹിച്ചത്. തങ്ങൾ പോകാനിരിക്കുന്നു, പോകാനായി എന്ന് കണ്ടപ്പോഴേക്കും ഒരുപാട് ആളുകൾ മണത്തറിഞ്ഞു തങ്ങളെ വധിക്കാൻ വേണ്ടി. എല്ലാവരും തങ്ങളുടെ വീട് വളഞ്ഞു. 7 പ്രധാന ഗോത്രത്തിലെ ചെറുപ്പക്കാർ, അവരുടെ പ്ലാൻ അബൂജഹലാണ്. അബൂജഹലിന് ഇൻസ്പിറേഷൻ കൊടുത്തത് ഇബ്ലീസ് ആയിരുന്നു. പറഞ്ഞത് എല്ലാരും കൂടിയിട്ട് തങ്ങളെ വധിച്ചാൽ ആർക്കാർക്കും തങ്ങളെ വധിച്ചതിന്റെ ഉത്തരവാദിത്തം ആരുടെ തലയിലും വരില്ല, എല്ലാ 7 കുടുംബങ്ങളും വീതിച്ചെടുക്കേണ്ടി വരും, അപ്പൊ ആർക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. തങ്ങളുടെ കുടുംബം മാനിച്ചുകൊണ്ട് അവർക്ക് പേടിയുണ്ട്, ഒരാൾ വധിച്ചാൽ ആ കുടുംബം പ്രതിക്കൂട്ടിലാവും, എല്ലാരും കൂടിയാകുമ്പോ പ്രശ്നമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, വീട് വളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നു. നബിയെ ഒരു പിടി മണ്ണ് അങ്ങ് വാരിയെടുക്കൂ, എന്നിട്ട് സൂറത്തു യാസീൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഓതിയിട്ട് ഈ മണലിലേക്ക് അങ്ങ് ഊതുക, എന്നിട്ട് വാതിൽ തുറക്കലും ഇറയലും കഴിയണം. തങ്ങളത് ചെയ്തു. നമുക്ക് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. അതുവരെ ഓതാൻ അള്ളാഹുവിന്റെ എന്തൊരു മനോഹരമാണ് ആയത്തുകൾ. അള്ളാഹുവിന്റെ ഖുർആനാ നബി ഞങ്ങളുടെ കയ്യിലുള്ളത്. പക്ഷേ ഇത് വിശ്വസിക്കാനും ഇത് സ്വീകരിക്കാനും ആളുകളില്ലല്ലോ. അള്ളാഹു അവരുടെ കൽബുകളിൽ സീലി വെച്ചിരിക്കുകയാണ്. അവർക്ക് കണ്ണ് കാണുന്നില്ല നബിയെ, അവരുടെ കണ്ണുകളെ നാം കെടുത്തിക്കളഞ്ഞു സത്യം നിഷേധിച്ചതിന്റെ പേരിൽ. ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കണ്ണ് കാണില്ല. സുബ്ഹാനല്ലാഹ്, വാക്കുകൾ അർത്ഥം അക്ഷരാർത്ഥത്തിൽ കണ്ണ് കാണാത്ത ഫിസിക്കലി ബ്ലൈൻഡുകളാക്കി മാറ്റി അള്ളാഹു. അള്ളാഹു തആല പറയുന്നത് അവർക്ക് കണ്ണ് കാണില്ല എന്ന് പറഞ്ഞവരുടെ കണ്ണിന്റെ അവരുടെ ഇൻസൈറ്റ്, അവരുടെ കണ്ണിന്റെ കൽബിന്റെ കാഴ്ച അവർക്ക് ഇല്ല നബിയെ എന്നാണ്. ഇത് ഓതിയിട്ട് എറിയാൻ വേണ്ടി പറഞ്ഞു, എറിഞ്ഞു. എല്ലാ ആളുകളുടെയും വീടിന്റെ ചുറ്റും കൂടിയ മുഴുവൻ ആളിന്റെയും കണ്ണിൽ മണലായി. എല്ലാവരും മണൽ, അവർ വിചാരിച്ചു ഇത് മണൽക്കാറ്റടിക്കുകയാണെന്ന്, സാൻസ്റ്റോമാന്ന് വിചാരിച്ചു. നബിതങ്ങൾ വളരെ മനോഹരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. തങ്ങൾ നേരെ പോയി സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു വാഹനവുമായി കാത്തിരിക്കുകയാണ്. ഒട്ടകം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി, തങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നേരെ അങ്ങോട്ട് എല്ലാവരും കണ്ണൊക്കെ തിരുമ്മിയവര് കുറച്ച് കഴിഞ്ഞ് നേരം വെളുത്ത് പുറത്തു നോക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു വിരിപ്പിൽ കിടക്കുന്നത്. അപ്പോഴാണ് അവർ അറിഞ്ഞത് സംഗതി പാളിപ്പോയി, അവർക്ക് സാധിച്ചില്ല എന്ന്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിൽ അൻഫാലിൽ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. സൂറത്തുൽ അറാഫിലാണെന്ന് തോന്നുന്നു, സൂറത്തുൽ അൻഫാൽ. വമാ റമൈത ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ഈ ഏറിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ അറാഫിൽ പറയുന്നത്. ബദറിനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ടുള്ള ഭാഗങ്ങളിലാണ്. വമാ റമൈത ഇദ് റമൈത, നബിയെ അങ്ങ് എറിഞ്ഞ നേരത്ത് അങ്ങല്ല നബിയെ എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, അല്ലാഹുവാണ് എറിഞ്ഞത്. പ്രത്യേകമായൊരു അല്ലാഹു നൽകുന്ന ഖുദറത്ത് കൊണ്ടാണ് നബിയെ ആ ഏർ അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ മുമ്പിലുള്ള ആളുടെ കണ്ണിലല്ലേ തെറ്റുള്ളൂ, ഇത് എല്ലാവരുടെ കണ്ണിലുമായി. അങ്ങനെ അത്ഭുതകരമായിട്ടാണ് തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെയാണ് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേക്കും ആളുകൾ പിന്നാലെ വിട്ടു. എന്താ ജായിസ, എന്താണ് അവർക്കുള്ള പാരിതോഷികമെന്നോ? 100 ചെമന്ന ഒട്ടകം. ഒട്ടകം നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെമന്നത് കണ്ടിട്ടുണ്ടാവും, വെരി എക്സ്പെൻസീവ് ആണ്.
വളരെ റയറാണ്, വളരെ എക്സ്പെൻസീവാണ്. അങ്ങനത്തെ 100 ചുമന്ന ഒട്ടകം കിട്ടും. ആർക്ക്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല കൊണ്ടുവരുന്നവർക്ക്. എല്ലാവരും പുറപ്പെട്ടില്ലേ? അബൂജഹൽ അടക്കം പുറപ്പെട്ടു. അദ്ദേഹം മുതലാളിയാണ്, എന്നാലും വിചാരിച്ചു എനിക്കൊരു ഓഹരി ഇതിൽ കിട്ടണമെന്ന്. പോയി അങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്നവരെ, അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വഴിയാത്രക്കാരൻ, അത് ആ ഫന്ന് വളരെ അറിയുന്ന ഒരു ട്രാക്കർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒട്ടകങ്ങളുടെ പിഷ്ടവും അതിന്റെ മറ്റു അവശിഷ്ടങ്ങളും നോക്കിയിട്ടാണ് ഇങ്ങനെ ദിശ കണ്ടുപിടിക്കുക. പോയി അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹുവിന്റെ തീരുമാനം എന്താ? ഈ ശത്രുക്കൾ ഹബീബിന്റെ മുമ്പിലെത്തണം. തങ്ങളോട് എല്ലാ രീതിയിലും കരുതലോടെ പോകാൻ അള്ളാഹു പറയുകയും ചെയ്തു. നമ്മളോട് ആലോചിക്കണം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പകലിലെ തന്റെ വായുവെന്ന വാഹനത്തിൽ കയറി യാത്ര ചെയ്താൽ 1 മാസം എടുക്കുന്ന യാത്ര താണ്ടിക്കടക്കാൻ കഴിയുന്ന യാത്ര ചെയ്തിരുന്ന മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം. സുലൈമാൻ അലൈഹിസ്സലാം ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടെന്ന ചരിത്രമാണ്. കാറ്റിന്റെ പുറത്ത്, നമ്മൾ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതമല്ലേ? സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തായി അല്ലാഹു നൽകിയിട്ടുണ്ടത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 1 മാസത്തെ വഴി ദൂരമാണ്. അങ്ങനെയൊക്കെ ഹബീബിനെ കൊണ്ടുപോകാൻ അള്ളാഹുക്ക് കഴിയില്ലായിരുന്നു. തീർച്ചയാണ് അള്ളാഹുവിന് കഴിയും. അതും അഫ്ളലുർ റസൂലാണ്, അല്ലാഹു നബിയാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായ നബിയ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹു തആല ഉമ്മത്തിന് മാർഗ്ഗദർശനം കാണിച്ചു. ഇത് ദീനിന്റെ സംസ്ഥാപനമാണ്. എത്രത്തോളം കഷ്ടപ്പാട് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സഹിക്കുന്നവോ ആ പ്രസ്ഥാനത്തിന്റെ വാല്യൂ, അതിന്റെ മൂല്യം അതാണ് ഈ കാണിക്കുന്നത്. തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങ് വടക്കോട്ട് യാത്ര ചെയ്യരുത്, അത് മദീനയിൽ പോയി പരിചയമുള്ള റൂട്ടാണ്, അങ്ങ് തെക്കോട്ട് പോകണം. ആ മദീനയുടെ തെക്ക് ഭാഗത്ത്, മക്കയുടെ തെക്ക് ഭാഗത്താണ് ഗാറ് സൗറുള്ളത്, സൗറ് ഗുഹയുള്ളത്. മക്കയിൽ പോയ ആളുകൾ കണ്ടിരിക്കും. അധികം ദൂരമില്ല, മക്കയുടെ അടുത്താണ്. ശത്രുക്കളുടെ പൊരിഞ്ഞ തെരച്ചിലൊക്കെ ഒന്ന് കഴിയാൻ വേണ്ടി 3 ദിവസം തങ്ങാനാ തങ്ങൾ ആ ഗുഹയിലേക്ക് കയറുന്നത്. എന്നിട്ടും അവിടെ അല്ലാഹു തആല ശത്രുക്കളെ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്, കാണിച്ചിരാണ് നമുക്ക്. വന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താഴെ ഇരിക്കുന്നുണ്ട്. സൗറ് ഗുഹ കണ്ടവർക്കറിയാം, അത് ചെറുതായിട്ട് താഴോട്ടുള്ള ഒരു ഗുഹയാണ്. لو أن أحدهم نظر تحت قدميه لرآنا يا رسول الله. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണമകറ്റാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടിയ ഭാഗ്യം എത്രയാണ്! ബഹുമാനപ്പെട്ടവരുടെ മടിയിൽ ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, സദ്ദഖനി ഹീന കദ്ദബനി ഖൗമുക്. ഖുറൈശികൾ മുഴുവനും എന്നെ കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ച ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വവാസാനി ബിമാലിഹി വബദനി, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ആശ്വാസം തന്ന മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസവ്വജനി ബിൻത, സ്വന്തം മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ നബിയുടെ കുടുംബവുമായി ബന്ധം പുലർത്താനുള്ള ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതൊന്നുമല്ല, എല്ലാ മുഅ്മിനീങ്ങളുടെ ഈമാൻ, നമ്മുടെ ഒക്കെ കൽബിലെ ഈമാൻ ചുരണ്ടെടുക്കാൻ കിട്ടുമെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സ്വഹാബികളും താബിഈങ്ങളുമായവർ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന അബ്ദാലുകളും മഖ്താബുകളും എല്ലാവരുടേതും എടുത്ത് ഒരു തട്ടിലും സിദ്ദീഖ് തങ്ങളുടേത് മറ്റേതിലും വെച്ചാൽ ഈ സിദ്ദീഖ് തങ്ങളുടെ ഈമാനാണ് കനന്തൂ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരൊറ്റ ഹദീസ് മതി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ് എന്നറിയാൻ. സിദ്ദീഖ് തങ്ങളുടെ മടിയിലാ തലവെച്ച് കിടക്കുന്നത്. കാലുകൊണ്ട് എല്ലാ മാളങ്ങളും ചെറിയ വസ്ത്രങ്ങളെ കൊണ്ടൊക്കെ അടച്ചു. ചരിത്രം നമുക്കറിയില്ലേ, ഒരു മാളങ്ങനെ വെച്ചു. ആരിഫീങ്ങൾ പറയാ, അതിനുള്ളിൽ കിടക്കുന്ന പാമ്പിനെ ഹബീബിനെ കാണാൻ കൊതി തോന്നിയത് കൊണ്ടാണ് കൊത്തിയത് എന്ന്. പുറത്തു വരാൻ കഴിയണില്ല, അങ്ങനെ കൊത്തിയതാണെന്ന് അഹ്ലുൽ മഅരിഫത്ത് പറയുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു കാലിൽ പാമ്പ് കൊത്തി. കാല് അനക്കിയാൽ ഹബീബ് തങ്ങളുടെ ഉറക്കോ ഉണരുമല്ലോ, വിട്ടില്ല, അവിടെ തന്നെ പിടിച്ചു. വേദന സഹിക്കാതെ പോയപ്പോ കണ്ണുനീര് വീണത് ഹബീബ് തങ്ങളുടെ മുഖത്തേക്കാണ്. തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് പറ്റി, എന്താ കരയുന്നത്? നബിയെ, എന്റെ കാലിന് വിഷമേറ്റിട്ടുണ്ട്, പാമ്പ് കുത്തി. മുഅ്ജിസത്ത് കാണാൻ പോവാൻ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്തിട്ട് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ ഒന്ന് പുരട്ടി കൊടുത്തു. ഇത് മുഅ്ജിസത്താണ്. നബി തങ്ങളുടെ ഉമിനീർ ഷിഫയാണ്, ഏറ്റവും വലിയ മെഡിസിനാണ്. ഹബീബായ തങ്ങൾ അതും എടുത്ത് പുരട്ടി കൊടുത്തു. ഫശുഫിയ, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പാമ്പിന്റെ വിഷം ഇറങ്ങി. ഒരു കുഴപ്പവും സിദ്ദീഖ് തങ്ങൾ പിന്നെ ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ കാല് കാണും. പടച്ചോനെ നബിയെ, കാലാണ് കാണും. അവരെങ്ങാനും കാലിന്റെ അടിക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പട്ടാളം എന്ന് പറയുന്നത് അവിടെ വീടുകളിൽ ഏറ്റവും ദുർബലമായി വീട് വെക്കുന്ന ഒരു ജീവിയാണ്.
ചിലന്തിയാണ്, സ്പൈഡറാണ്, ചിലന്തിയാണ്. അവിടെ ആ ഗുഹയുടെ മുഖത്ത് വല വിരിച്ചത് ചിലന്തിയാണ്, അൻകബൂത്ത്. അള്ളാഹുവിന്റെ സൈന്യമാണ്. നോക്കണം, ഏറ്റവും പ്രാഗൽഭ്യമുള്ള യോദ്ധാക്കളെ പറഞ്ഞയച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു ഡിഫൻസ് ചെയ്യാൻ എങ്ങനെ? വളരെ ദുർബലമായ ഒരു ജീവിയെ വെച്ചിട്ട്. അള്ളാഹുവിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. കഅബാലയം പൊളിക്കാൻ വന്നത് ആനപ്പടകളുമായിട്ടാണ്, അല്ലെ? ആന എന്നത് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ഡൈനോസറിനെ ആരും കണ്ടിട്ടില്ല. ശാസ്ത്രകാരന്മാരുടെ സ്കെച്ചുകൾ ഉണ്ടെന്നല്ലാതെ ആരും കണ്ട സാധനമല്ല. കരയിൽ ഏറ്റവും വലിയ ആകാരമുള്ള ജീവി എന്ന് പറയുന്നത് ആനയാണ്. സുബ്ഹാനല്ലാഹ്. അതിനെ നശിപ്പിച്ചതോ തൈറൻ അബാബീൽ, കൂട്ടമായി പറന്നു വരുന്ന ജറാദ് പക്ഷികളാണ്. വെട്ടുകിളി എന്നൊക്കെ പറയുന്ന ഗ്രാസ് ഹോപ്പറിനെ പോലെ വളരെ ചെറിയ പുൽച്ചാടി എന്ന് പറയില്ലേ, അത് പക്ഷിയെന്ന് പോലും പറയാനില്ല. അത്ര ചെറിയ സാധനം കൊണ്ടാ കരയിലെ ഏറ്റവും വലിയ ജീവിയുമായി വന്ന സൈന്യത്തെ അള്ളാഹു നശിപ്പിച്ചത്. സിമിലർലി ഇതുപോലെ തന്നെ തങ്ങൾ അള്ളാഹു ഹബീബ് തങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു ചിലന്തി വല വിരിച്ചു. അവിശ്വാസികൾ റാഷണലാണ്, അവർ ബുദ്ധിജീവികളാണെന്ന് നടിക്കുന്നവരാണ്. അവരാലോചിച്ചു, ലോജിക്ക് വെച്ച് ആലോചിച്ചു. ഇവിടെ ഒരു മനുഷ്യൻ എങ്ങാനും താമസിക്കുന്ന എല്ലാ ഗുഹയും ചെക്ക് ചെയ്തല്ലോ, അത് മാത്രം ചെക്ക് ചെയ്തില്ല. ഹബീബ് തങ്ങളോട്, നബിയെ നിങ്ങൾ സൂക്ഷിച്ചു പോണം നബിയെ, അങ്ങ് തെക്കോട്ട് യാത്ര ചെയ്തോളൂ, നിങ്ങളുടെ ഈ ഗുഹയിൽ അങ്ങ് താമസിച്ചോളൂ എന്നൊക്കെ അള്ളാഹു വഹി കൊടുക്കുകയാണ്. അങ്ങനെ എത്തിയ നബിയുടെ മുമ്പിലും ശത്രുക്കൾ വന്നിരിക്കുകയാണ്. നോക്കണം, രണ്ടിന്റെയും അള്ളാഹുവിന്റെ തദ്ബീർ നോക്കണം. എന്നിട്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തരാണ് ഏതൊരു വിഷയം. നമ്മൾ എല്ലാ അസ്ബാബുകളും ലോകത്ത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാലും അള്ളാഹു ഇവിടെ ബാക്കിയുണ്ടെന്ന് മുഅ്മിനിനെ ബോധ്യപ്പെടുത്താനാണ്. എല്ലാ സംഗതിയും പിടുത്തം വിട്ടു, അങ്ങനെ പറയില്ലേ, ഇനി ഒരു രക്ഷയുമില്ല. എങ്കിൽ പോലും അള്ളാഹുവിന്റെ ഹിമയും അള്ളാഹുവിന്റെ ഹിഫ്ളും ഒരു മുഅ്മിനെ നഷ്ടപ്പെടാൻ പോകുന്നില്ല. അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാകട്ടെ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്തിനാ പേടിക്കണത്? രണ്ടാളെ പറ്റി പേടിക്കാണോ? മൂന്നാമൻ അള്ളാഹു അല്ലേ നമ്മുടെ കൂടെ, എന്തിനാണ് അങ്ങ് പേടിക്കുന്നത്? സമാധാനായി. അവരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എന്താ ഇവിടെ നാളുണ്ടാവാൻ സാധ്യതയില്ല, നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ട, നമുക്ക് പോകാം. തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളോട് നിങ്ങൾ വല്ലാതെ ലോജിക്കുമായി പോവണ്ട, റാഷണൽ ആവണം. എപ്പോ? ദീൻ പഠിച്ചിട്ട് പിന്നെ റാഷണൽ ആവണം. ദീൻ അറിയാൻ വേണ്ടി റാഷണലിസ്റ്റ് ആവണ്ട, അത് നാശത്തിലേക്ക് എത്തിക്കുമെന്നാണ്. മസീഹുദ്ദജ്ജാൽ വരുമ്പം പോലും അങ്ങനെയല്ലേ? മസീഹുദ്ദജ്ജാൽ എന്ന ആള് ലോകത്ത് ഒരാളെ ഞാൻ പടച്ചവനാണെന്ന് കൺവിൻസ് ചെയ്യാൻ എന്തൊക്കെ ആവശ്യമാണോ അതിന്റെ എല്ലാ ഫിസിക്കൽ റീസൺസും ഇവിടെ സംഭവിക്കുന്നതാണ്. ആകാശത്തോട് മഴ പെയ്യും, ഭൂമിയോട് അഖ്രിജി കുനൂസക്കി എന്നാ പറയാ, ഭൂമിന്റെ ഉള്ളിലുള്ള വിഭവങ്ങൾ അങ്ങനെ വരട്ടെ. എന്താ വരുന്നത്? സ്വർണവും വെള്ളിയും മറ്റു വിഭവങ്ങളും റോളുകളായി. അല്ലേ തങ്ങൾ പറഞ്ഞത്? തേനീച്ച, റാണി ഈച്ചയുടെ പിന്നാലെ തേനീച്ച പോകുന്ന പോലെ ദജ്ജാലിന്റെ പിന്നാലെക്കാണ് സ്വർണ്ണ വെള്ളിയുടെ റോളുകൾ ഇങ്ങനെ പോകുന്നത്. ആലോചിച്ചാൽ മനസ്സിലായി, പടച്ചവനെ, സ്വർണ്ണം വെള്ളി പുറത്തു വരുന്നു, ആകാശത്ത് മഴ പെയ്യുന്നു, ഒരു പുല്ലില്ലാത്ത സ്ഥലത്ത് വരട്ടെ പുല്ല് എന്ന് പറഞ്ഞ അവിടെ വരുന്നു പുല്ലുകൾ. ഇത് പടച്ചവൻ തന്നെയാണ്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ലോജിക്കേറ്റ് പോകല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കണം. അവൻ ഒറ്റക്കണ്ണനാണ്, അള്ളാഹു ഐബുള്ളവനല്ല. അവന്റെ നെറ്റിയിൽ ഇങ്ങനെ കാഫാറ എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അവൻ അള്ളാഹു ആണെന്ന് വാദിക്കുന്നു, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു. അള്ളാഹുവിനെ നിങ്ങൾക്ക് ഭൂമിയിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. അവൻ മക്കയിലും മദീനയിലും മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന പ്രദേശത്തും വരാൻ കഴിവുള്ളവനല്ല. ഈ ഞാൻ പറഞ്ഞ അടയാളം നിങ്ങൾ മാത്രം നോക്കുക, ബാക്കി നോക്കല്ലേ, നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങൾ തിരിച്ചറിയണം ഇവൻ മസീഹുദ്ദജ്ജാലാണ്. മുശ്രിക്കുകളുടെ രീതി ഈ റാഷണലിസമാണ്. അങ്ങനെ അവര് ലോജിക്കായി ചിന്തിച്ചു, അവർ വിചാരിച്ചൂടെ റസൂൽ എന്ന്. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവർ അള്ളാഹു ആ രീതിയിൽ ചിന്തിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരും നിർഭയമായി അവിടെ താമസിച്ചു. 3 ദിവസം അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, സിദ്ദീഖ് തങ്ങളുടെ മകൾ, അവർക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു എല്ലാ ദിവസവും. നബി തങ്ങളും വാപ്പയും, നബി തങ്ങൾ അവർക്ക് ഉപ്പയാണ്, മുഅ്മിനീങ്ങളുടെ ഉപ്പയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹയുടെ പിതാവ് തന്നെ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹാ അവിടെ നിറങ്ങുന്ന ആ ഒരു ഗുഹയിലെ രംഗം അള്ളാഹു ഒരുപാട് സ്ഥലത്ത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നബി തങ്ങൾ എന്തിന് പേടിക്കണം സിദ്ദീഖ്, അള്ളാഹു നമ്മളോടൊപ്പമില്ലേ എന്ന് പറഞ്ഞ വാക്ക് നമുക്കങ്ങനെ തോന്നാറുണ്ടോ? അള്ളാഹുവിന്റെ സാന്നിധ്യം, പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അള്ളാഹു ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്. അള്ളാഹുവിന്റെ ഈ ഒരു മഅയ്യത്ത്. തബൂക്ക് യുദ്ധം നടക്കാൻ പോകുന്നു. ജയ്ഷുൽ ഉസ്ര എന്നാണ് ആ സൈന്യത്തിന്റെ പേര്. കഷ്ടകാലത്ത് പോയ സൈന്യം എന്നാണ് ആ വാക്കിനർത്ഥം തന്നെ. ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള കാലം. മദീനയിൽ അങ്ങേയറ്റത്തെ ക്ഷാമം, വെള്ളമില്ല, ഈത്തപ്പഴങ്ങൾ കായ്ച്ചിട്ടില്ല, ഒന്നും ഒരു കൃഷിയും നടന്നിട്ടില്ല.
രണ്ടാഴ്ച കഴിഞ്ഞാൽ കൃഷി വിളവെടുക്കേണ്ട സമയം. ഇപ്പൊ പറഞ്ഞു നബി തങ്ങൾ പോകണം, നമുക്ക് തബൂക്കിലേക്ക് പോകണം. എത്ര? മദീനയിൽ നിന്ന് 400-ലേറെ കിലോമീറ്റർ അപ്പുറത്തേക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മുനാഫിക്കുകൾ ഫിത്ന ഉണ്ടാക്കി. എന്നാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ പോരെ നബിയെ? തങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക, ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു ശങ്ക ഹബീബിന്റെ അസ്ഹാബുകളുടെ മനസ്സിലേക്ക് മുനാഫിക്കുകൾ പരത്താൻ ശ്രമിച്ചപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها والله عزيز حكيم. എന്റെ ഹബീബിന് സംരക്ഷണം കൊടുക്കാൻ ആയുധമേന്തി ഏത് കഷ്ടപ്പാടിന്റെ നേരത്തും എന്റെ ഹബീബ് പുറപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിമ്മിഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇല്ലാ തൻസുറൂഹ്, നിങ്ങൾ ആരും എന്റെ റസൂലിനെ സഹായിച്ചില്ലെങ്കിലും ഫഖദ് നസറഹുല്ലാഹ്, ഏറ്റവും സങ്കീർണമായ ഒരു നേരത്ത് എന്റെ ഹബീബിനെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. അതെപ്പോഴാണ്? സാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടുപേരും ഗുഹയിലിരിക്കുമ്പോ ഹബീബ് തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞ നേരം ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സിദ്ദീഖേ നിങ്ങൾ പേടിക്കല്ലേ, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട്. ഫഅൻസലല്ലാഹു തആല ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹുവിന്റെ സമാധാനം ഹബീബിന് അല്ലാഹു ഇറക്കി കൊടുത്തുവല്ലോ. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, അത്ഭുതകരമായ പ്രയോഗമാണ്. നിങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയാത്ത സൈന്യത്തെ പോലും നാം അവിടെ ഇറക്കിയിട്ടുണ്ട്. ഈ ചിലന്തി മാത്രമല്ല, മാടപ്രാവ് മാത്രമല്ല, അതൊക്കെ കണ്ണിന് കാണുന്നതാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൈന്യത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ അണിനിരത്തിക്കൊണ്ടാണ് എന്റെ ഹബീബിനെ മദീന വരെ ഞാൻ കൊണ്ടുപോയത്. നിങ്ങളാരും വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്റെ ഹബീബിനെ സംരക്ഷിക്കും. ഗാർ സൗറിൽ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു അഭിമാനം പറഞ്ഞ രംഗമാണ് ഗൗർ സൗറിൻ്റെത്. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പോവാൻ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടായി. സുറാഖത്തുബ്നു മാലിക് എന്ന ആള് പിന്നാലെ കൂടി സുറാഖത്തുബ്നു മാലിക്കിന് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കാൻ പോകുന്നു, റളിയല്ലാഹു അൻഹു ആകാൻ പോവുകയാണ്. 100 ഒട്ടകം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു തങ്ങളുടെ തലയെടുക്കാൻ. തങ്ങളും സിദ്ദീഖ് തങ്ങളും ഇങ്ങനെ പോവാണ് ഒറ്റയ്ക്ക്. ഇങ്ങനെ പോകുമ്പോ തന്റെ കയ്യിലെ വാളെടുത്തുകൊണ്ട് സുറാഖത്തുബ്നു മാലിക് തങ്ങളെ വെട്ടാൻ അടുത്തെത്തി. ഒന്ന് ആഞ്ഞു വെട്ടി പകുതിയായി. ഉടനെ കുതിര താഴേക്ക് പോവാണ്. സുറാഖാണ് നിലവിളിച്ചു. സുറാഖ് വിചാരിച്ചത് പതിയാണ്, താനൊരു ഭൂമിന്റെ ഉള്ളിലേക്ക് താഴാൻ നിലവിളിച്ചു. നബി ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. തങ്ങൾ പറഞ്ഞു സുറാഖ പോന്നോളൂ എന്ന് പറഞ്ഞു. സുറാഖ് അങ്ങനെ കരച്ചു. എന്താ ചെയ്യാ? കുറെ നേരം നിന്നു. 100 ഒട്ടകം, അതും ചുമന്നൊട്ടകം, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. തങ്ങളും സിദ്ദീഖ് തങ്ങൾ കുറെ നേരം നടന്നിട്ടുണ്ട് ഒട്ടകപ്പുറത്ത്. സുറാഖത്തുബ്നു മാലിക് പിന്നെയും പോയി. എന്തൊരു അത്ഭുതകരമായ സംഭവം! രണ്ടാമത് ചെന്ന് തങ്ങളുടെ പിറകിൽ ചെന്ന് തങ്ങളെ വെട്ടാനോങ്ങി ഉടനെ കുതിര താഴുകയാണ്. താഴ്ന്നതും സുറാഖ നിലവിളിച്ചു. തങ്ങൾ പറഞ്ഞു സുറാഖ പോരി എന്ന് പറഞ്ഞു. സുറാഖ് അപ്പൊ സംഗതി ക്ലിയർ ആയി. സുറാഖ് ഇങ്ങനെ കുറെ നേരം നിന്നു. ഇനി വേണ്ട. പിന്നെ ഇബ്ലീസ് ഇങ്ങനെ തോന്നിച്ചു, അത് ഹിദായത്തിലേക്കുള്ള തുടക്കമാകാൻ പോവുകയാണ്. ഒന്നും കൂടെ ട്രൈ ചെയ്താലോ? 100 ഒട്ടകല്ലായി മിസ്സാവുന്നത്. നബി ആരും കണ്ടിട്ടില്ല, സുറാഖത്തുബ്നു മാലിക് മാത്രം കാണാൻ പോകുന്നത്. അവര് കണ്ടു, ഞാൻ ഈ സ്വർണ്ണാവസരം നഷ്ടപ്പെടുത്തിയാൽ എന്റെ ജീവിതത്തിലേക്ക് സമ്പാദിക്കാൻ പറ്റാത്ത സമ്പത്താണ് നഷ്ടപ്പെടാൻ. ഒന്നുകൂടെ സുറാഖ വന്നു, അതിൽ അല്ലാഹുവിനെ പിടിച്ചു വെച്ചു. കുതിരയുടെ കാലുമുട്ടോളം ഭൂമിയിലേക്ക് പോയി താഴുകയാണ് സുറാഖയും കുതിരയും അടക്കം. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, ഖാറൂനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സകാത്ത് കൊടുക്കാത്ത മുതലാളി അല്ലാഹു പിടിച്ച് താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. സുറാഖയുടെ നിലവിളിച്ചു, യാ റസൂലല്ലാഹ്. ആ വിളി ഹിദായത്തിലേക്ക് എത്തുകയാണ്. നബിയേ, എനിക്ക് കാര്യം മനസ്സിലായി നബിയെ, ഇനി ഞാനില്ല നബിയെ, അങ്ങയോട് ശത്രുതയേക്കല്ല ഞാൻ വന്നത്, എനിക്ക് ദീന് ബോധ്യപ്പെട്ടു, ഞാൻ ദൃഷ്ടാന്തങ്ങൾ കണ്ണിന്റെ മുമ്പിൽ കണ്ടു നബിയെ, എനിക്ക് കലിമ ചൊല്ലി തരണം. സുറാഖത്തുബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആകാൻ പോവുകയാണ്. തങ്ങൾ വിളിച്ചിരുത്തി. ആ പോകുന്ന യാത്രയിൽ നോക്കണം, സുറാഖ തങ്ങളോട് നബി തങ്ങൾ പറയാൻ പോകുന്ന വാക്ക്. അവർ മുസ്ലിമായി. അത്ഭുതം കാണല്ലേ? മുഅ്ജിസത്താണ് ഈ കണ്ടത്, മിറക്കിൾസ്. ഇതൊന്നും സുറാഖത്തുബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും കണ്ടില്ല നടിക്കാൻ വയ്യ. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ മുസ്ലിം ആവുകയാണ്.
ഹിദായത്ത് അല്ലാഹു കൊടുക്കുകയല്ലേ. സുബ്ഹാനല്ലാഹ്. സുറാഖത്ത് ബിൻ മാലിക്കിനോട് തങ്ങൾ പറഞ്ഞു റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ വ കൈസർ. കിസ്റയുടെയും കൈസറിന്റെയും ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ സുറാഖ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? എന്താണ് ഈ പറയുന്നത്? എന്താണ് തങ്ങൾ പറയുന്നത്? എപ്പോഴാണ് ഈ പറയുന്നത്? ജന്മനാട് വിട്ട് തങ്ങൾ ഓടുകയാണ് മദീനയിലേക്ക് എത്തിയിട്ടില്ല. സ്വന്തം നാട് വിട്ടിട്ടുണ്ട്, മദീനത്തേക്ക് എത്തിയിട്ടും അതിന്റെ ഇടയിൽ മരുഭൂമികളിൽ പർവ്വതങ്ങൾക്കിടയിലൂടെ ദിശയറിയാത്ത രീതിയിൽ ഒരാളും സഞ്ചരിക്കാത്ത വഴിയിലൂടെ തങ്ങൾ പോവുകയാണ് മദീനയെ ലക്ഷ്യമാക്കി. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. മുഅ്മിനീങ്ങൾ മുത്തഹദീങ്ങളാണ്. അവര് പീഡിപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ അക്രമത്തിന് വിധേയരായവർ. അങ്ങനെ തനിയായികളെ വെച്ച് നബി തങ്ങൾ പറഞ്ഞു കിസ്റയുടെയും കൈസറിന്റെയും സ്വർണ്ണവളകൾ നിങ്ങളുടെ കൈകളിൽ നൽകപ്പെടുമ്പോൾ സുറാഖ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥയെന്ന്. അത് നടക്കാൻ പോകുന്ന വലിയൊരു സംഭവത്തിലേക്ക് നബിതങ്ങൾ അതിന്റെ പ്രഡിക്ഷൻ നടത്തുകയാണ്, നബിതങ്ങൾ പ്രവചിക്കുകയാണ്. തങ്ങൾ അതും ഒരു മുഅ്ജിസത്തായിരുന്നു. തങ്ങൾ പറഞ്ഞ് പുലർന്നു കണ്ടൊരു സംഭവമാണ്. എപ്പോഴായി പറയുന്നത്? എന്താ തങ്ങൾ ഈ പറയുന്നത്? കിസ്റയും കൈസറും. കിസ്റ എന്നാൽ പേർഷ്യയാണ്. ഇന്നും തൃശ്ശൂർ ഭാഗത്തൊക്കെ ദുബൈക്കൊക്കെ പേർഷ്യ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പേർഷ്യയിലേക്ക് പോയി. പേർഷ്യ അന്ന് ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളാണ് അവർ. അങ്ങ് കാസ്പിയൻ കടലിന്റെ അറ്റം വരെ ബ്ലാക്ക് സീയും കടന്ന് കാസ്പിയൻ കടലിന്റെ തുർക്കിയുടെ ആ മേൽഭാഗങ്ങൾ മുഴുവനും ഇങ്ങോട്ട് കസാക്കിസ്ഥാനും തുർക്ക്മാനിസ്ഥാനും വരെ ഇങ്ങ് ഈസ്റ്റേൺ രാജ്യങ്ങളും മുഴുവനും പേർഷ്യയുടെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. ബാക്കി കിടക്കുന്നത് കൈസറിന്റെ കയ്യിലാണ്. റോമാസ്ഥാനമായവർ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അങ്ങോട്ട് വന്ന് അഖബ ഉൾക്കടൽ, ഈജിപ്ത് അടക്കമുള്ള പ്രദേശങ്ങൾ എല്ലാം വന്ന് കൈസറിന്റെ കയ്യിലാണ്. ഈ കിസ്റയും കൈസറിന്റെയും ആഭരണങ്ങൾ ഇസ്ലാമിന് ലഭിക്കാൻ പോകുന്നു. ഈ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രവചനം തങ്ങൾ നടത്തുന്നത് ഏറ്റവും നിരാശമായി നടക്കുന്ന ഒരു സമയമെന്ന് നമുക്ക് പറയാവുന്ന ഒരു സന്ദർഭം. ഇതാണ് തങ്ങളുടെ തവക്കുൽ. ഇതാണ് ഹബീബിന്റെ തവക്കുൽ. നമ്മളൊക്കെ പ്രയാസത്തിലാകുമ്പോ ഇനി അള്ളാഹുവിനെ രക്ഷപ്പെടുത്തൂലേ, ഞാൻ ഇതിന്റെ കരകയറൂലേ എന്ന് പേടിക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അള്ളാഹുവിലുള്ള അമൽ. അതും ഏറ്റവും നിരാശരായി പോകുന്ന ഒരു സമയം. തങ്ങൾ പറഞ്ഞു കിസ്റയും കൈസറും ഇസ്ലാമിന് കീഴ്പ്പെടും. അവരുടെ ആഭരണങ്ങളും അവരുടെ സ്വത്തും ഇസ്ലാമിന്റെ ഖജനാവിലേക്ക് വരും. അത് വന്നതെന്നാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. ഹദീസ് അറിയാം. ബഹുമാനപ്പെട്ടവർ വിളിച്ചു, കിസ്റയും കൈസറും ഇസ്ലാമിന്റെ മുമ്പിൽ പുച്ഛമടക്കി അവർ കീഴടങ്ങിയിരിക്കുകയാണ്. എല്ലാ സമ്പത്തും ഇസ്ലാമിന്റേക്ക് വരാൻ പോകുന്നു. അവരുടെ സ്വർണ്ണവളകൾ ഉമർ റളിയല്ലാഹു അൻഹു കാലങ്ങൾക്ക് ശേഷം ഇതേ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കൊടുത്തു. ഇത് തങ്ങൾ പണ്ട് പറഞ്ഞതാണ്. അന്ന് മുസ്ലിമായപ്പോ പറഞ്ഞ വാക്കാണ്. അത് പുലർന്നു. സുബ്ഹാനല്ലാഹ്. ഹിജ്റ എന്ന വലിയൊരു ത്യാഗത്തിന്റെ ഉള്ളിൽ അങ്ങേയറ്റത്തെ ശുഭപ്രതീക്ഷ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ പ്രതീക്ഷ വെടിയാൻ പാടില്ല എന്ന അങ്ങേയറ്റത്തെ തവക്കുൽ. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും, അല്ലാഹു എന്നെ കാക്കും, ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും, ഈ സന്ദേശം അല്ലാഹു പൂർത്തിയാക്കി തരും എന്ന നബി തങ്ങളുടെ അങ്ങേയറ്റത്തെ അല്ലാഹുവിന്റെ തവക്കുലും പ്രതീക്ഷയും അമലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിലെ റജാ നഷ്ടപ്പെടാതെ അല്ലാഹു നമുക്ക് എന്നും നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മദീനയിലേക്ക് എത്തുന്നത്. സമയം കഴിയാറായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദീനയിലേക്ക് എത്തുന്നതിനിടെ വീണ്ടും പല സംഭവങ്ങളും ഉണ്ടായി. തങ്ങളുടെ ബറക്കത്തിന്റെ സ്പർശങ്ങൾ അട്ടിടയന്മാരും ഗ്രാമവാസികളും അനുഭവിച്ച സംഭവങ്ങളൊക്കെ ഒരുപാട് ഹിജ്റയുടെ ഇടയിൽ നടന്നിട്ടുണ്ട്. മദീനയിലേക്ക് എത്തുകയാണ്. അവരാണ് കൈനീട്ടി സ്വീകരിച്ചത്. അതിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു 9-10 ആയത്തുകളിൽ അൻസ്വാരികളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് ഇവിടെയാണ്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഹിജ്റയുടെ ഏറ്റവും വലിയ സന്ദേശത്തിൽ ഒന്ന് അൻസ്വാരികൾ മുഹാജിറുകളോട് ചെയ്ത അവരുടെ ആ ഒരു സ്നേഹപ്രകടനമാണ്. അങ്ങേയറ്റത്തെ അവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك
ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് അൻസ്വാരികളെ സംബന്ധിച്ചും മുഹാജിറുകളെ കുറിച്ചുമുള്ള അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ പുകഴ്ത്തലാണ്. വല്ലദീന, ഒരു വിഭാഗം അൻസ്വാരികൾ, തബവ്വഉദ്ദാറ വൽ ഈമാൻ മിൻ ഖബ്ലിഹിം, വളരെ നേരത്തെ തന്നെ മുഹാജിറുകൾ എത്തുന്നതിന്റെ മുമ്പേ വീടും ഈമാനും സജ്ജമാക്കി വെച്ച മുഹാജിർ അൻസ്വാരികൾ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചവർ അൻസ്വാരികൾ. തബവ്വഉദ്ദാറ, വീടും, വൽ ഈമാൻ, ഈമാനും അവർ നേരത്തെ കാലത്തെ ഒരുക്കി വെച്ചു. എന്നിട്ടോ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജ്റ ചെയ്തു വന്ന പാവങ്ങളായ സ്വഹാബികളെ അവരങ്ങേ അറ്റം സ്നേഹിച്ചു. അത് മാത്രമോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ, ഈ മുഹാജിറുകൾക്ക് നൽകപ്പെടുന്നതിൽ ഒരു വിഷമവും അവരുടെ ഹൃദയത്തിൽ തോന്നിയില്ല. അവരുടെ മുഴുവനും അവർ ഷെയർ ചെയ്തു, അവർ കൊടുത്തു. മുഹാജിറുകൾ ഒന്നുമില്ലാതെ വരികയാണ്. മക്കയിൽ നിന്ന് 400-500 കിലോമീറ്റർ താണ്ടി വന്നവരാണ്. ഒരു സ്വത്തും കൊണ്ടുനടക്കാൻ പറ്റില്ല. അവനവന്റെ ഡ്രസ്സ് പോലും ഒന്നെടുത്തതല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലില്ല. കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയായി എല്ലാം കൈയൊഴിഞ്ഞു വരികയാണ് മദീനയിലേക്ക്. മുഹാജിറുകൾ അൻസാരികൾ ഇവരങ്ങോട്ട് സ്വീകരിച്ചു, ഹൃദയം പുണക്കെ സ്വീകരിച്ചു. അല്ലാഹുവിനെ പ്രശംസിക്കാൻ മനസ്സിലൊന്നുമില്ല. എന്താ അവർ പറഞ്ഞത് നബി തങ്ങളോട്? ഹബീബായ നബിയെ, ഞങ്ങളുടെ ഈ തോട്ടങ്ങളും വയലുകളും ഒക്കെ, ഞങ്ങളുടെ കൃഷിയിടങ്ങൾ അൻസാരികൾക്ക് വേണ്ടി അങ്ങ് വീതിച്ചു കൊടുത്തോളൂ നബിയെ. ചോനെ, ആരാണ് ഈ പട്ടയം ഇതൊക്കെ കൊടുക്കുക? നമ്മളാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. ആകെയുള്ള മനുഷ്യന്റെ വലിയ തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാരത്തുമ്പലാണ്, അല്ലേ? അല്ലേ അവസ്ഥ? മുതലിന് വേണ്ടി അത് അനുജനെ പറ്റിച്ചാലും വല്യമാനെ കൊണ്ട് ഒപ്പിടിച്ചാലും എങ്ങനെയെങ്കിലും മുതൽ കൈക്കലാക്കണം. അൻസാരികൾ പറയാണ്, നബിയെ, ഈ മുതലൊക്കെ അങ്ങ് മുഹാജിറുകൾക്ക് വീതിച്ചു കൊടുക്കും നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ പറഞ്ഞു, എന്റെ മുഹാജിറുകൾ കൃഷി എടുക്കാത്ത, അവർക്ക് കൃഷി അറിയില്ല. മക്കയിൽ കൃഷിയില്ല. മദീനയിലെ കുറച്ചെങ്കിലും കിണറുകളും സ്ട്രീംസ് ഒക്കെ ഉണ്ടായിരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ മുഹാജിറുകൾക്ക് കൃഷി അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കൃഷി ഇറക്കിക്കോളൂ, അവർ നിങ്ങളെ സഹായിക്കും. അതിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഹാർവസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്നതിന്റെ ഫലം നിങ്ങൾ മുഹാജിറുകൾക്ക് നിങ്ങൾ ഓഹരി കൊടുത്താൽ മതി. അൻസാരികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ പണിയെടുക്കാതെ അവര് പണിയെടുത്ത് ഞങ്ങൾ അതിൽ നിന്ന് ഓഹരി വാങ്ങിക്കുകയോ നബിയെ? തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലല്ലോ, നിങ്ങൾ സഹായിച്ചോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജസാകുമുല്ലാഹു ഖൈറൻ യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഒരുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ ഓഹരി വെച്ചു, കച്ചവടത്തിൽ ഓഹരി കൊടുത്തു. ഭാര്യമാർ രണ്ടുള്ളവർ ഒരാളെ തൊലാഖ് ചൊല്ലി വിവാഹം ചെയ്യിച്ചു കൊടുത്തു. വളരെ സന്തോഷം. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, മുഹാജിറായ തന്റെ മുഅ്മിനായ സഹോദരനെ കൊടുക്കാൻ ഒരു വിഷമം അവർക്ക് തോന്നിയില്ല. നോക്കൂ, ബനു നദീർ ഗോത്രക്കാരുടെ ഇജ്ലാ നടന്നു, എക്സ്പൾഷൻ ഓഫ് ബനു നദീർ. ബനു നദീർ എന്നത് ജൂതന്മാരാണ്. അവർ നബി തങ്ങളെ വഞ്ചിച്ചപ്പോ അതിന്റെ ശിക്ഷയായി അവരെ മദീനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ഘട്ടം വന്നു. ഇജ്ലാഉ ബനി നദീർ എന്നാണ് കിതാബിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അവർ എക്സ്പെൽ ചെയ്തു, മദീനയുടെ പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അത് മറ്റൊരു സംഭവമാണ്. അങ്ങനെ ബനു നദീർ ഗോത്രക്കാരുടെ സ്വത്തും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ ദീനിലേക്ക് വന്നപ്പോ തങ്ങൾ പറഞ്ഞു, അവർ അൻസാരികൾ തങ്ങൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, മുഹാജിറുകളുടെയും ഈ ജൂതന്മാരുടെ ഈ സ്ഥലവും അൻസാരികളുടെ സ്ഥലവും നമുക്ക് ഒന്നാക്കി വെച്ചിട്ട് നമുക്ക് കുറേയേറെ സ്ഥലങ്ങളായല്ലോ, അത് നമുക്ക് മുഹാജിറിനും അൻസാറുകൾക്കും ഇടയിൽ വീതിച്ചെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ അൻസാരികളായ മുഅ്മിനീങ്ങൾ എന്താ പറയുന്നത്? അവര് പറഞ്ഞു, നബിയെ, അത് വേണ്ട, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ജൂതന്മാർ ഇട്ടേച്ചു പോയ ഒരുപാട് കൃഷിയിടങ്ങൾ മദീനക്കാർക്കുള്ളതിനേക്കാളും അന്ന് ജൂതന്മാർക്കുണ്ട് അവിടെ, ഇത് മുഴുവനും മുഹാജിറുകൾ എടുത്തോട്ടെ നബിയെ. എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും ഇനി വേണമെങ്കിൽ ഞങ്ങളുടെ സ്വത്തൊന്നും എടുത്തോട്ടെ, ഞങ്ങൾക്കത് വേണ്ട നബി, അതൊക്കെ മുഹാജിറുകൾക്ക് കൊടുത്തോളൂ നബിയെ. ഇതാണ് ഖുർആൻ പറഞ്ഞത്, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് തന്നെ ആഗ്രഹമുണ്ട്, അവർ ദാരിദ്ര്യമുള്ളവരുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കൂട്ടുകാരന് കിടക്കട്ടെ എന്ന്.
സുബ്ഹാനല്ലാഹ്. അങ്ങനെ അത് ഓഹരി വെക്കുകയാണ്. എങ്ങനെ? ജൂതന്മാരിട്ടേച്ചു പോയത് മുഴുവനും അൻസ്വാരികൾ മുഹാജിറുകൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അൻസ്വാരികളിൽ നിന്നും വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആരും എടുത്തില്ല. മൂന്ന് സ്വഹാബികൾ വളരെ പാവപ്പെട്ടവർ, അവർ കൊടുക്കുകയും ചെയ്തു. ഒന്ന് മഹാനായ സഹ്ലുബ്നു അഹ്നഫ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, പിന്നൊരു സ്വഹാബി മഹാനായ ഹാരിസ് ഇബ്നു സമ്മ റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് സ്വഹാബികൾക്കും കൂടെ അതിൽ നിന്ന് കിട്ടിയതിന്റെ പുറമെ അൻസ്വാരികൾ കൊടുക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്നേഹിച്ചവർ. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ മുതൽമുക്ക് എത്തുമ്പോഴാണ് അറിയാന്നൊക്കെ പഴമക്കാരൊക്കെ പറയാറില്ലേ? അങ്ങനെയാണ്. മെസ്സേജൊക്കെ അടിച്ചിട്ട് സ്നേഹം അടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അല്ലേ? മുതലുകൊണ്ട് സഹായിക്കുമ്പോഴാ അത് ശരിക്കും വ്യക്തമാകുക. അവിടെ പിശുക്ക് വരും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താണ്? വമൻ യൂഖ ശുഹ നഫ്സി. ഒരു മനുഷ്യന് പിശുക്കില്ലാതെ അല്ലാഹു കാത്തു കഴിഞ്ഞാൽ ഫഉലൈക ഹുമുൽ മുഅ്മിനൂൻ മുഫ്ലിഹൂൻ, അവരാണ് വിജയമുള്ളവർ. പിശുക്ക് എന്ന് പറഞ്ഞ ഇതാണല്ലോ, സമ്പത്തിനോടുള്ള കെട്ടിപ്പിടുത്തം, ഉണ്ടാക്കണം, ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ കൂട്ടി വരിക, അങ്ങനെ ഇസ്തിസ്മാർ, അതല്ലേ പറയാ, ഇസ്തിസ്മാർ എന്ന് പറയാം, ഇൻവെസ്റ്റ്മെന്റ്, സമറത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നല്ലാതെ നമ്മുടേത് മറ്റാൾക്ക് കൊടുത്തിട്ട് അവരിലേക്ക് ഇത് കൊടുത്തു തീർക്കുക, ഇത് ലോകത്ത് ദീനല്ലാതെ മറ്റൊന്നും പറയൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ രീതിയിൽ മുഹാജിറുകളെ സഹായിച്ച അൻസ്വാരികൾ റളിയല്ലാഹു അൻഹും വറദു അൻ. അല്ലാഹു പറഞ്ഞില്ല അവരെ കുറിച്ച്, അവർക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, അല്ലാഹുവിന് അവരെയും ഇഷ്ടമാണ്. ഇതുപോലെ ഇതിനു ഒരു സർട്ടിഫിക്കറ്റ് എന്താണ്? സുബ്ഹാനല്ലാഹ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ. അവർക്ക് പിറകെ വന്നവർ ഇങ്ങനെ ദുആ ചെയ്തു കൊടുക്കുന്നു, റബ്ബന ഗഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പേ ദീനിലേക്ക് കടന്നു വന്നവർ അവർക്കും പുറത്തു കൊടുക്കണം പടച്ചവനെ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളിൽ ഒരാളോടും ഒരു വെറുപ്പ് ഞങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കല്ല പടച്ചവനെ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, നീ കാരുണ്യവും വാത്സല്യവും നൽകുന്നവനാണല്ലോ റബ്ബേ. ഞങ്ങളുടെ കൽബിൽ വാത്സല്യം താ റബ്ബേ. മുഅ്മിനീങ്ങളോട് ദേഷ്യം തോന്നാതെ അവരോട് സ്നേഹം തോന്നിപ്പിക്കു പടച്ചവനെ. മുഹാജിറുകൾ ഞങ്ങൾക്ക് മുമ്പേ ഈമാനിലേക്ക് വന്നവരാണ്, അവർക്ക് പുറത്തു കൊടുക്കു പടച്ചവനെ. എന്തൊരു മനോഹരം! അവർക്ക് എല്ലാം കൊടുത്തു, ദുആയും കൊടുക്കുകയാണ്. ഇങ്ങനത്തെവരാണ് അൻസ്വാരികൾ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ ശേഷം മക്കം ഫത്ഹായ സമയത്ത് മക്കം ഇസ്ലാമിന് അധീനതയിൽ വന്നപ്പോ അൻസ്വാരികൾ കൂട്ടക്കരച്ചിലായി. ഹിജ്റയുടെ 8-ാം വർഷം ഞങ്ങൾ മക്കയിലേക്ക് വന്നു, മക്കം ഫത്ഹായില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹു തആല ഫത്ഹ് കൊടുത്തു, ഇസ്ലാമിലേക്ക് വന്നിരിക്കുകയാണ് മക്ക. എന്തൊരു സന്തോഷമാണ്! മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു താക്കോല് തുറന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. കഅബയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ബാങ്ക്. എല്ലാം മനോഹരമായിട്ട് നടന്നു, എല്ലാവരും സന്തോഷിക്കുകയാണ്. അൻസ്വാരികൾ കരഞ്ഞു, ഭയങ്കര കരച്ചിൽ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? നബിയെ, മറ്റൊന്നുമല്ല നബിയെ, മക്ക അങ്ങേക്ക് ഇഷ്ടമുള്ള നാടാണ് നബിയെ, അതങ്ങ് വളർന്ന നാടാണ്, അങ്ങയുടെ കുടുംബം അധിവസിക്കുന്ന നാടാണ്, അല്ലാഹുവിന്റെ കഅബയുടെ മണ്ണാണ്. ഞങ്ങൾ പേടിച്ചു പോകുന്നു നബിയെ, മക്കം ഫത്ഹായി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മദീനയിലോട്ട് തിരിച്ചു വരാതെ അങ്ങ് ഇവിടെ തന്നെ താമസമാക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് നബിയെ എന്ന് അൻസ്വാരികൾ അഷ്റഫുൽ ഖൽഖിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞു. ഞാനും അൻസ്വാരിയാണ്, അനമിനൽ അൻസ്വാർ, ഞാനും അൻസ്വാരികളിൽ ഒരുത്തനാണ്, നിങ്ങളോടൊപ്പം ഞാനും മദീനത്തേക്ക് മടങ്ങാൻ പോവുകയാണ്. ഇത് ഹബീബ് ഉറപ്പ് കൊടുത്തപ്പോഴാണ് അവരുടെ കരച്ചിലടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്. തങ്ങൾ മദീനത്തേക്ക് തന്നെ തിരിച്ചുപോയി. മക്കയിൽ താമസിക്കാമായിരുന്നു, പക്ഷേ റസൂൽ പറഞ്ഞു, ഞാനും അൻസ്വാരികളിൽ ഒരാളാണ്. ഇതാണ് ദീനിന്റെ ചരിത്രം. ഈ ഒരു സ്നേഹം, ഈ ഒരു അടുപ്പം, ഇത് ഹിജ്റ കൊണ്ട് ദീനിന് കിട്ടിയ വലിയൊരു നിഅമത്താണ്. അത് മുസ്ലിം ഉമ്മത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ മുസ്ലിം ബഹുജനങ്ങളോടും പാവപ്പെട്ടവരോടുമുള്ള അവസാനിക്കാത്ത സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അണമുറിയാത്ത ആ ഒരു പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുക. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർക്ക് അല്ലാഹു വിജയം തരും. അല്ലാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ. അശൂറയിന്റെയും താസുറയിന്റെയും നോമ്പിലേക്ക് വിശദമായിട്ട് പറയേണ്ടതായിരുന്നു. നമ്മുടെ സമയം ആയിക്കഴിഞ്ഞു. ഞാനൊരു 5 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയതിന്റെ ശേഷമാണ് ജൂതന്മാർ ആശൂറ നോമ്പനുഷ്ഠിക്കുന്നു എന്ന വിവരം തങ്ങൾ അറിയുന്നത്. തങ്ങൾ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു മക്കയിൽ തന്നെ.
മദീനയിലേക്ക് എത്തിയപ്പോൾ സഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ നബി തങ്ങൾ ചോദിച്ചു അവരോട്, എന്താ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്? അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇത് വളരെ നല്ല ഒരു ദിവസമാണ്. ആ വാക്ക് അങ്ങനെ, യൗമുൻ സ്വാലിഹ്, ഇത് സ്വാലിഹായ ദിവസമാണ് എന്ന് പറഞ്ഞു. യൗമുൻ നജ്ജല്ലാഹു മൂസ വബനി ഇസ്രായീൽ, മൂസ നബി അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുകയും വഅഗ്റഖ ഫിർഔന വഖൗമ, ഫിർഔനെയും അവന്റെ ആളുകളെയും അല്ലാഹു ചെങ്കടലിൽ, ഡെഡ് സീയിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ദിവസമാണിത്. അതിന് ശുക്റായി മൂസ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. ഞങ്ങൾ ആ നോമ്പ് നിലനിർത്തി കൊണ്ടുപോരുകയാണ്. തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു മിൻകും ബിമൂസ, മൂസ നബി അലൈഹിസ്സലാമിനോട് നിങ്ങളിലേറെ ഞങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, ഞാനും നോമ്പ് നോൽക്കാൻ. തങ്ങൾ ആ ആഷൂറയിന്റെ അന്ന് നോമ്പ് നോറ്റു. ആഷൂറ എന്നത് അഷറ അല്ലെങ്കിൽ ആഷിർ എന്ന വാക്കിൽ നിന്നാണ്. 10, 10ാമത്തേത് എന്ന വാക്കിന്റെ അർത്ഥം. എന്തേ ആഷൂറ താസുആ എന്ന് എന്തേ അങ്ങനെ ഒരു പ്രയോഗം ആ വാക്കിന് വരാൻ കാരണം എന്നത് അത് ആ വാക്കിനെ ഒരു അലമത്തും ഫഹാമത്തും, ഒരു വാക്കിന്റെ ഗൗരവത്തിന് വേണ്ടിയാണ് ആ വാക്കുകളെ അങ്ങനെ മാറ്റിമറിച്ചത് എന്നാണ് ആലിമീങ്ങൾ പറയാം. അത്രയും ഗൗരവമുള്ള ദിവസമാണത് എന്ന് തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഇത് ജൂതന്മാർ നോമ്പ് നോറ്റ ദിവസമല്ലേ, അപ്പൊ നമുക്കെന്ന് നോമ്പ് വേണോ നബിയെ? അത് ജൂതന്മാരുടെ ദിവസമല്ലേ? തങ്ങൾ പറഞ്ഞു, എങ്കിൽ നമ്മൾ അതിന്റെ മുമ്പ് ഒരു നോമ്പ് നോൽക്കും. തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസി, അടുത്ത ഒരു വർഷം കൂടെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 ഞാൻ നോമ്പ് നോൽക്കുന്നു പറഞ്ഞു തങ്ങൾ. പക്ഷേ ആ വർഷം തങ്ങൾ വഫാത്താവുകയുണ്ടായി. തങ്ങൾ നോമ്പ് നോൽക്കാൻ ആഗ്രഹിച്ച ദിവസമാണ് താസി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോമ്പ് 3 രീതിയിലാവാം. ഒന്നുകിൽ ആഷൂറയിന്റെ മുഹറം 10ന്റെ അന്ന് മാത്രം ഒരാൾക്ക് നോമ്പ് നോൽക്കാം. തങ്ങൾ അതിന്റെ ആഷൂറയിന്റെ മഹത്വം തുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ മുഴുവൻ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു തരും. അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. പിന്നെ തങ്ങൾ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ താസ്യം 9 നോൽക്കുമായിരുന്നു. ഇപ്പൊ തങ്ങൾ നോൽക്കാൻ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് താസ്യവും ആഷിറും 9ഉം 10ഉം നോമ്പ് നോൽക്കൽ പ്രബലമായ സുന്നത്താണ്. പിന്നെ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, ജൂതന്മാർ ചെയ്യുന്ന പണിയോട് നമുക്ക് എതിര് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ആഷുറ നോമ്പ് നോറ്റാൽ ഫസൂമു ഖബ്ലഹു ഔ ബഅദഹു, അങ്ങനെയും ഹദീസ് ഉണ്ട്. നിങ്ങൾ അതിന്റെ മുമ്പോ ശേഷമോ നോമ്പ് നോറ്റോളൂ. ഇമാം ഖുർത്തുബി തങ്ങൾ പറയാൻ, അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് 9, 10, 11 അങ്ങനെയും നോമ്പ് അനുഷ്ഠിക്കാം. 10ന്റെ അന്നാവാം, 9, 10 ആവാം, 9, 10, 11. ഇതൊക്കെ സുന്നത്തിനോട് യോജിച്ചു വരുന്ന രീതിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂസ നബി അലൈഹിസ്സലാമും ദീനുമായി നമ്മളൊക്കെ ഉള്ള ആ ഒരു അടുപ്പ്, നമ്മളൊക്കെ ഒന്നാണ്. രാജ്യവും മണ്ണും അതിൽ വ്യത്യാസമില്ല, കാലഘടനയിൽ അത് വ്യത്യാസമില്ല, നമ്മളൊക്കെ ഒപ്പമാണ് എന്ന മൂസ നബി അലൈഹിസ്സലാമിനോട് ആ ഒരു ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സത്യത്തിൽ ആ നോമ്പ് വരുന്നത്. അതൊക്കെ പല രീതിയിൽ ഇപ്പോ വിശ്വാസക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അവർ വധിക്കപ്പെടുന്നത്, വളരെ ദാരുണമായ ഒരു സംഭവം നടക്കുന്നത് ഈ മുഹറം 10ന്റെ അന്നാണ്. കർബലായിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് 58 വയസ്സുള്ളപ്പോഴാണ് നടന്നത്. അതിന്റെ പേരിലാണ് അവര് പല ആചാരങ്ങളും ദുർനടപടികളും സ്വീകരിച്ചു പോരുന്നത്. മുഹറം 10ന്റെ പ്രത്യേകത അതല്ല, മുഹറം 10 അതിന്റെ മുമ്പേയുണ്ട്. അലിമികളൊക്കെ പറയുന്നു, ഒരാളുടെ വഫാത്ത് നടന്ന ദിവസം ഒരു ദുഃഖാചരണത്തിന്റെ ഒരു രീതി ശരീഅത്തിലില്ല, അങ്ങനെ രീതിയില്ല. അതുകൊണ്ട് നമുക്ക് പറയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതും ജനിച്ചതും റബീഉൽ അവ്വൽ 12നാണ്, അങ്ങനെയല്ലേ? പക്ഷെ അവിടെ നിന്ന് സങ്കടപ്പെടുത്തി ഇല്ല. അങ്ങനെ ഒരു സങ്കടപ്പെടേണ്ട രീതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അലി റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാവരെ പുതിയാപ്പിളയല്ലേ, ബഹുമാനപ്പെട്ടവർ വധിക്കപ്പെടുകയല്ലേ ഉണ്ടായത്. അതിന്റെ പേരിൽ സ്വഹാബികൾ അങ്ങനെ നിശ്ചയിച്ചോ? ഇല്ല. പിന്നെ അതിന്റെ മുമ്പ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കലിലായി ബഹുമാനപ്പെട്ടവരെ വളരെ ദാരുണമായിട്ടല്ലേ ശത്രുക്കൾ വധിച്ചത്? അതും മഹത്തമായിട്ട് ആചരിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റുകൊണ്ടല്ലേ സുബഹി നിസ്കാരത്തിന് വന്നത്. അപ്പോഴല്ലേ സ്റ്റാബ് ചെയ്ത് ബഹുമാനപ്പെട്ടവരെ വയറിന് കുത്തേറ്റത്. അപ്പോ അത് ആ ഒരു രീതിയിലല്ല ശറഅ് മുഹറം 10ന്റെ നോമ്പ് നിശ്ചയിച്ചത്. അത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവരുടെ ഏറ്റവും വലിയ ശത്രു ഫിർഔനാണ്. നബി തങ്ങൾ പോലെ വാക്കുപയോഗിക്കും. അബൂജഹലിനെ കാണുമ്പോഴും തങ്ങൾ പറയും, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ് അബൂജഹൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ശത്രുവിനെ അല്ലാഹു നശിപ്പിച്ചതും അതും ഒരു അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട്. നൈൽ നദി ക്രോസ് ചെയ്തിട്ടല്ലോ,
മൂസ നബി അലൈഹിസ്സലാം നോർത്തിലേക്ക് പോകേണ്ടവർ ഈസ്റ്റിലേക്ക് യാത്ര തെറ്റി അങ്ങനെ ചെങ്കടലിന് മുമ്പിലെത്തി. ചെങ്കടൽ കഴിഞ്ഞാൽ അക്കരെ ഫലസ്തീനാണ്, ഇക്കരെ ഒരു ഭാഗത്ത് നമുക്ക് എത്യോപ്യ കിട്ടും, ഈജിപ്ത് കിട്ടും. സുബ്ഹാനല്ലാഹ്, ആ ചെങ്കടലാണല്ലോ കത്തൗദൈ ജിബാൽ, പർവ്വതം പോലെ മാറി നിന്നു. മൂസ നബി അലൈഹിസ്സലാം കൊണ്ട് നടന്നു നീങ്ങി ഫിർഔനും കൂട്ടരും മധ്യത്തിലെത്തി. വെള്ളത്തെ അള്ളാഹുവിനെ ചേർത്തു. ഫിർഔൻ അള്ളാഹു മുക്കിക്കൊന്നു. ഇങ്ങനെ ദീനിന് വലിയ ഒരു നേട്ടം അള്ളാഹു നൽകിയ, ഒരു ശത്രുവിനെ നശിപ്പിച്ച ദിവസമാണ്. അതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞതാണ്. മൂസ നബി അലൈഹിസ്സലാമിന് ഫത്ഹ് കിട്ടിയ ദിവസമായതിന്റെ പേരിലും. ഏതായിരുന്നാലും അള്ളാഹു തആല അമലുകളൊക്കെ ധാരാളമായി ചെയ്യാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അന്നത്തെ ദിവസം ധാരാളം ഖിറാഅത്തും മറ്റു ഇബാദത്തുകളും നിസ്കാരവും ദിക്റുകളും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ ആ ദിവസത്തെ വളരെ സജീവമാക്കണം. അള്ളാഹു തആല സഹായിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ടു പോയ നോമ്പൊക്കെ ഖളാ കിട്ടാൻ പറ്റും, സഹോദരിമാർക്ക് അറിയിച്ചു കൊടുക്കുക. പിന്നെ 25 വയസ്സായ മകൻ ജോലിസ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. മകന് സമ്പാദ്യമൊന്നുമില്ല. മകന് വേണ്ടി മാതാവിനോ പിതാവിനോ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ? ഇല്ലല്ലോ. മകന് ജോലിസ്ഥലത്ത് സമ്പാദ്യമൊന്നുമില്ലല്ലോ. സമ്പാദ്യമുള്ള ആളുകളല്ലേ, തടിയാലും വഴിയാലും മുതലാലും സൗകര്യപ്പെടുന്ന ആൾക്കാണല്ലോ ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജ് എന്തില്ല, അയാൾക്ക് നിർബന്ധമില്ല. അദ്ദേഹത്തിന്റെ പേരിലൊരു സുന്നത്തായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. മേൽ പറഞ്ഞ മരണപ്പെട്ട മകന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ നിയ്യത്ത് ചെയ്ത് പിതാവ് ഹജ്ജിന് പോയി മക്കയിലെത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു മകന് സമ്പാദ്യമില്ലാത്തതുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മാതാവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ നിയ്യത്ത് ചെയ്തു. അങ്ങനെ ചെയ്യാം. അതിന്റെ വിധി എന്താണ്? അപ്പോൾ ഒരാൾക്ക് പകരം ഹജ്ജ് ചെയ്യണമെങ്കിൽ സ്വന്തമായി നഫ്സിന്റെ ഹജ്ജ് അയാൾ ചെയ്തിരിക്കണം എന്നാണ്. ഞാനൊരു ഹജ്ജ് ചെയ്താലേ അടുത്ത വർഷം വേറൊരാൾക്ക് പകരം ചെയ്യാൻ പറ്റും. ഹജ്ജ് ഒരാൾക്ക് ഒന്നേ പറ്റുള്ളൂ, അല്ലേ? ഈ വർഷം ഒന്നുകിൽ ഞാൻ എന്റെ ഹജ്ജ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അടുത്ത വർഷം ഞാൻ ഒരാൾക്ക് പകരം ഹജ്ജ് ചെയ്യുന്നു. ആർക്കും മകന് വേണ്ടി വാപ്പാക്ക് എന്താ ഹജ്ജ് ചെയ്യൽ സുന്നത്താണോ എന്ന് ചോദിച്ചാൽ ആ കൂലി മകന് കിട്ടും. വാപ്പാക്കത് നിർബന്ധമില്ല. കാരണം സമ്പാദ്യമില്ലാതിരുന്നൊരു മകനായിരുന്നല്ലോ, അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമായിട്ടില്ല. അപ്പൊ പിന്നെ വാപ്പാക്ക് വേണമെങ്കിൽ ഹജ്ജ് ചെയ്യാം. എപ്പോ വാപ്പ സ്വന്തമായി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അത് വാപ്പ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ പുസ്തകം പറഞ്ഞിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അതിന്റെ വിഷയം മനസ്സിലായല്ലോ. അമ്പ്രന്തങ്ങളുടെ ആണ്ട് പ്രമാണിച്ച് നടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സഫീർ ഹുദവി വെള്ളിലയുടെ മമ്പ്രന്തങ്ങൾ അനുസ്മരണ പ്രഭാഷണവും മൗലിദ് പാരായണവും ഉച്ചയ്ക്ക് ജുമാ ശേഷം ഹിജ്റയുടെ സന്ദേശം എന്നീ വിഷയത്തിൽ എവിടെ വെച്ചിട്ടാണ്? ജുമാക്ക് ശേഷം എവിടെ വെച്ചിട്ട്? ഇസ്ലാമിക് സെന്ററിൽ വെച്ചിട്ട്. മമ്പ്രന്തങ്ങളുടെ വഫാത്ത് നടന്ന ഒരു മാസം കൂടെയാണ് ഈ മുഹറം മാസം. അതുകൊണ്ട് നാട്ടിലൊക്കെ ദാൽഹുദയുടെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും ഒക്കെയായി വളരെ തങ്ങളുടെയൊക്കെ ജീവചരിത്രങ്ങളും സംഭവങ്ങളും പാഠങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് സഫീർ ഹുദവി വെള്ളിയിലെ സുഹൃത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും ജുമാ നിസ്കാരത്തിന് ശേഷം. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ജുമാക്ക് മുമ്പ്. പിന്നെ മൗലിദ് പാരായണം, തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം, അനുസ്മരണം. അപ്പോൾ ദിക്റുൽ അംബിയാ ഇബാദു വദിക്റുസ് സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളായ ആളുകളുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ അവരുടെ അപദാനങ്ങളും അവരുടെ നന്മകളും വാഴ്ത്തുകയാണ്. അത് കഫാറത്താണെന്ന് തങ്ങൾ പഠിപ്പിച്ചത്. തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. ബഹുമാനപ്പെട്ട മമ്പ്രന്തങ്ങളൊക്കെ ഖുതുബാണ് എന്ന ചരിത്രം രേഖപ്പെടുത്തിയ വലിയ മഹാനാണ്. അള്ളാഹുവിനോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി തരുമാറാണ്. ഉച്ചയ്ക്ക് ശേഷം ഉവൈസ് ഹുദവി ചപ്പാരപ്പടവ് അദ്ദേഹത്തിന്റെ ഹിജ്റയുടെ സന്ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം ഉണ്ടാവും. ഭാഷണവും ഭക്ഷണം ഉണ്ടെന്നാണ് പറയുന്നത്, രണ്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ശേഷം മറ്റന്നാള് തിങ്കളാഴ്ച മുഹറം 10 തിങ്കളാഴ്ച ഇവിടുത്തെ മയ്യിത്ത് നിസ്കാരത്തിന് ശേഷം റഊഫ് ഹസനിയുടെ ഹിജ്റ പ്രഭാഷണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ, നമ്മൾ പറയാതെ പോയ ഭാഗങ്ങൾ അല്ലാത്തതും ഒക്കെ ഒരുപാട് വിഷയങ്ങൾ ഇനി ഒരുപാട് ഇതിൽ പഠിക്കാണ്. നമ്മളൊരു മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ അതിന്റെ ശൃംഖല ചെയ്ത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 2 ക്ലാസ്സിന് വരാനുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ വിശദമായിട്ട് പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. الحمد لله حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم لك الحمد كما تحب وترضى. اللهم لك الحمد كما ينبغي لجلال وجهك. اللهم لك الحمد بالإيمان. اللهم لك الحمد بالإسلام. اللهم لك الحمد بالمحرم. اللهم لك الحمد لما هديتنا لهذا. اللهم لك الحمد لما هديتنا لهذا وما كنا لنهتدي لولا أن هديت. اللهم صل وسلم وبارك على عبدك ورسولك سيد الأنبياء
والمرسلين محمد صلى الله عليه وسلم صلوات ربي وسلامه عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين يا ربي ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളോട് മാപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും മനഃപൂർവ്വവും മറന്നിട്ടും അറിവില്ലായ്മ കൊണ്ടും ഒറ്റയ്ക്കും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ആൾക്കൂട്ടത്തിലും അല്ലാതെ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്കെല്ലാം നീ മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഓർക്കുന്നതും ഓർക്കാത്തതുമായ എല്ലാ തെറ്റുകളും നീ മാപ്പാക്കി തരണേ റബ്ബേ. നീ ഗഫൂറാണല്ലോ റബ്ബേ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് താ റഹ്മാനെ. നീ റഹ്മാനും റഹീമുമാണല്ലോ അല്ലാഹ്. നിന്റെ റഹ്മത്ത് ഞങ്ങളോട് കാണിക്കണേ പടച്ചവനെ. അർഹമർ റഹീം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുക റബ്ബേ. ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കുക റബ്ബേ. അല്ലാഹു മരണപ്പെട്ടു പോയി മുഅ്മിനാത്തുകൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ രോഗികളാണ് റബ്ബേ. രോഗികൾക്ക് എല്ലാവർക്കും ശിഫ നൽകണേ പടച്ചവനെ. ഈ സദസ്സിലിരുന്ന് ഇവിടെ ആമീൻ പറയുന്ന ആളുകളിൽ ആർക്കെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളുണ്ടോ പടച്ചവനെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഈ സദസ്സിന്റെയും ഇൽമിന്റെയും നിന്റെ ഖുർആനിന്റെയും നിന്റെ ഈ പരിശുദ്ധ മുഹറത്തിന്റെയും ഹക്ക് കൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ശിഫ നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് റബ്ബേ. ശിഫ നൽകണേ പടച്ചവനെ. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയനാ ജമീഅ. അല്ലാഹു بحق كاف هاء عين صاد. اللهم اشفنا اللهم اشفنا اللهم اشفنا شفاء عاجلا لا يغادر سقما ولا ألما. അല്ലാഹുവേ പ്രയാസപ്പെടുന്ന രോഗങ്ങൾ തരല്ലേ റബ്ബേ. മാരകങ്ങളായ രോഗങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹു ഇത്തരം രോഗങ്ങൾ വന്നുപെട്ട് എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ മാരകമായ രോഗത്തിന്റെ ക്യാൻസർ പോലെ രോഗത്തിന്റെ ഏതെങ്കിലും ഒരു അംശം ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ ചോർന്നു പോകുന്ന അസീമത്താണ് റബ്ബേ ഞങ്ങളുടേത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ മാരകങ്ങളായ രോഗം ആർക്കും വരാതെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ അങ്ങനെ ഒരു രോഗം വരാൻ നിന്റെ മുബറമായ ഖളാഇൽ നിനക്ക് നിശ്ചയമുണ്ടെങ്കിൽ പടച്ചവനെ ഇത് സഹിക്കാനുള്ള സബറും യഖീനും തരണേ പടച്ചവനെ. അല്ലാഹു അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗികൾക്ക് നീ ഈമാനും ഹസനാത്തും വർദ്ധിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു ഇതിന്റെ ഏതെങ്കിലും ഒരു മുഅല്ലഖായ ഒരു ഖളാ ആണെങ്കിൽ പടച്ചവനെ ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തർ ഈ പരിപാടി നെറ്റിലൂടെയും മറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളുമായി ഈ സദസ്സിലേക്ക് ശരീരവുമായി എത്തിച്ചേരാൻ കഴിയാത്ത എല്ലാ മുഅ്മിനാത്ത് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽപക്കക്കാരും പരിചയക്കാരുമായ ഇപ്പൊ നാട്ടിലുള്ളവരും ഇവിടെ ഉള്ളവരും സാധാരണ വരുന്നവരും ഇന്ന് വരാൻ കഴിയാത്തവരും ഒക്കെ എല്ലാവർക്കും അല്ലാഹുവേ ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ വീട്ടിലായാലും റോട്ടിലായാലും യാത്രയിലായാലും ജോലി സ്ഥലത്തായാലും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. എല്ലാ ആഫത്തിൽ നിന്നും കാക്കുന്നതോടൊപ്പം എല്ലാ തിന്മകളിൽ നിന്നും കാക്കണേ റബ്ബേ. എല്ലാ തെറ്റുകളിൽ നിന്നും കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണും ഞങ്ങളുടെ കാതും നാവും നീ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ ഈമാനെ നിന്നെ ഏൽപ്പിക്കുന്നു റബ്ബേ. അത് നീ പരിപോഷിപ്പിക്കണേ പടച്ചവനെ. അല്ലാഹു ഒരു പ്രയാസം വരുമ്പോഴേക്കും ഓടിപ്പോകുന്ന ഈമാനാ റബ്ബേ ഞങ്ങൾ. അല്ലാഹു ഞങ്ങളുടെ ഈമാനെ പിടിച്ചു നിർത്തണേ റബ്ബേ. ഞങ്ങളുടെ ഈമാൻ സംശയം കൊണ്ട് ബന്ധിതമാണ് പടച്ചവനെ. യഖീനുള്ള ഈമാൻ തരണേ റബ്ബേ. അല്ലാഹുമ്മ ർസുഖ്നാ ഈമാനൻ ലർതിദാദ ബഅദ. അല്ലാഹു ഒരിക്കലും പിരിഞ്ഞു പോകാത്ത ഈമാൻ തരണേ റബ്ബേ. അല്ലാഹു ഒരിക്കലും ചാഞ്ചാടാത്ത ഈമാൻ തരണേ റബ്ബേ. അല്ലാഹുവേ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കുക റബ്ബേ. ഞങ്ങളുടെ പെൺമക്കളെ സഹോദരിമാരെ സ്വാലിഹാത്തുകളാക്കുക റബ്ബേ. ആൺമക്കളെ ഈ ഉമ്മത്തിന്റെ ചെറുപ്പക്കാരെ നല്ലവരാക്കുക റബ്ബേ. അല്ലാഹു ഞങ്ങളൊക്കെയും നല്ലവർക്ക് ഇമാം നിൽക്കാൻ പറ്റിയവരാക്കുക റബ്ബേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ഹിജ്റ എന്ന ഒരൊറ്റ ത്യാഗം അല്ലാഹുവേ അതിന് ഹബീബ് അർഹിക്കുന്നതിനേക്കാളും കോടാനുകോടി ബില്യൺ കണക്കിന് ഇരട്ടിയായി ഖൈർ ഹബീബിന് കൊടുക്കുക റബ്ബേ. ഇവിടുത്തെ സ്വഹാബികൾക്ക് കൊടുക്കുക റബ്ബേ. അൻസ്വാരികൾക്കും മുഹാജിറുകൾക്കും കൊടുക്കുക റബ്ബേ. അല്ലാഹുവേ നീ അവരിഷ്ടപ്പെട്ടവരാണ്, അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. അവരോടൊപ്പം ഞങ്ങൾ സ്വർഗത്തിലേക്ക് ആക്കണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ ഒരു ത്യാഗം ചെയ്തിട്ടില്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവരുടെ കണക്കിലേക്ക് ചേർത്തിയാൽ ഒന്നുമല്ല പടച്ചവനെ. ഞങ്ങൾ നിന്റെ ഇൽമിന് വേണ്ടി വരുന്നതോ കേൾക്കുന്നതോ ഇരിക്കുന്നതോ പറയുന്നതോ നിന്റെ ഹബീബും നിന്റെ സ്വഹാബികളും നിന്റെ ദീനിനെ ചെയ്ത ഫിദായിലേക്ക് നോക്കിയാൽ ഒന്നുമല്ല പടച്ചവനെ. അല്ലാഹു ഇതെങ്കിലും സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബേ. ഞങ്ങൾ
നിന്ന് സ്വീകരിക്കാൻ കനിവുണ്ടാകണേ റബ്ബേ. ചില ഞങ്ങളുടെ നിയ്യത്തുകളുടെ അപാകതകളെ പരിഹരിക്കണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ അമലുകൾ ഇഖ്ലാസ് നൽകി റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ ഈ ഒത്തുചേരൽ ഒരു നിമിത്തമാക്കി റബ്ബേ. ഈമാനോടെ മരിക്കാൻ തൗഫീഖ് താ റബ്ബേ. ആശുറാഇന്റെയും താസുആഇന്റെയും അതിനപ്പുറം 9, 10, 11 നോമ്പെടുക്കാനുള്ള ഭാഗ്യം നൽകി റബ്ബേ. അതിനുള്ള സാഹചര്യം നൽകണേ റബ്ബേ. രോഗങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. അല്ലാഹു മുഹറം മാസത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരും എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ നിന്റെ മുമ്പിലേക്ക്, നിന്റെ ഹദറത്തിലേക്ക് ഈ ഇൽമുകളെ വെച്ച് നിന്നിലേക്ക് ഉയർത്തുകയാണ് റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ സാധിപ്പിച്ചു തരണേ റബ്ബേ. വിവാഹപ്രായമെത്തി നിൽക്കുന്ന സഹോദരിമാർ, പെൺമക്കളുള്ളവർ, അല്ലാഹുവിന്റെ കല്യാണങ്ങൾക്ക് റാഹത്ത് നടത്തി കൊടുക്കുക റബ്ബേ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹത്തുകളായ പെൺകുട്ടികൾ ഇണകളായി കൊടുക്കണേ റബ്ബേ. കല്യാണം കഴിഞ്ഞവർ ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പം നൽകണേ റബ്ബേ. അല്ലാഹുവേ അടുപ്പം നൽകണേ റബ്ബേ. തലാഖിലും മറ്റും പിരിയാൻ നിൽക്കുന്ന കുടുംബങ്ങളെ നീ ഇണക്കണേ പടച്ചവനെ. കുടുംബ പ്രശ്നങ്ങളൊക്കെ തീർത്ത് കുടുംബത്തിൽ സമാധാനം നൽകുക റബ്ബേ. അല്ലാഹുവേ എത്രയോ കുടുംബങ്ങൾ വിഷമങ്ങളിലാണ് പടച്ചവനെ. മാനസികമായ പ്രയാസങ്ങൾ വരാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാട്ടിൽ ഭാര്യമാരും മക്കളും കുടുംബങ്ങളും ഉപേക്ഷിച്ചു പോന്നവരാണ് റബ്ബേ. അവരെ നീ സംരക്ഷിക്കണേ റബ്ബേ. നിന്നെ ഏൽപ്പിക്കുന്ന പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയതെല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. നീ അത് ഏറ്റെടുക്കണം പടച്ചവനെ. اللهم إنا نستحفظك إيماننا ويقيننا وأجسامنا وأرواحنا وعلومنا وأعمالنا وأولادنا وذرياتنا وأزواجنا وإخوتنا وأخواتنا وكسبنا وأموالنا وتجارتنا وكل ما أعطيته لنا فإنه لا تضيء ودائعك يا رب العالمين. الله ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് ഉള്ളിലേക്ക് ഞങ്ങൾ വന്നാലും നീ ഞങ്ങൾ റഹ്മത്ത് കാണിക്കണമേ. ആ മഹ്ശറിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പേടിയില്ലാതെ വരുന്നതിൽ പൊടുത്തണേ റബ്ബേ. അല്ലാഹുവേ നാളെ മീസാനിലും സിറാത്തിലും അമലുകൾ തൂക്കി നോക്കുമ്പോഴും സിറാത്ത് കടക്കുമ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഈ സാധുക്കളുടെ മേലുണ്ടാകണേ അല്ലാഹു. നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم هذا الرجاء. അല്ലാഹു ഇത് ഞങ്ങളുടെ പ്രതീക്ഷയാണ് റബ്ബേ. ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ആശകളാണ് റബ്ബേ. ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ ഖൈറുകളൊക്കെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ നിന്നോട് കാവൽ ചോദിച്ചതും അല്ലാത്തതുമായ ശർറുകളും ഞങ്ങൾ കാവൽ നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അല്ലാഹു ഒരു സഹോദരന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തിരിച്ചെത്തി കൊടുക്കണേ തമ്പുരാനെ. തിരിച്ചെത്തി കൊടുക്കണേ റബ്ബേ. അല്ലാഹു അതിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.